സിൽക്കി 999 ആണ് ഈ മെറ്റീരിയലിന്റെ പേര്. 4XL 5XL ബിഗ് സൈസ് കുർത്തീസ്. ജിമ്മിച്ചു സിൽക്കി ഒരു വെറൈറ്റി ലോണാണ് ഈ മെറ്റീരിയലിന്റെ പേര്. നല്ല അടിപൊളി സാധനമാണ്, നല്ല ഹെവി വർക്കാണ്, പോകുകയില്ല. പെയിന്റ് ആണ് മെറ്റീരിയലിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, റേഞ്ച് റോവർ. ഇത് പേപ്പർ സിൽക്കിൽ വന്നാണ്. ഇവിടെയാണ് നിങ്ങളുടെ സ്റ്റിച്ചിങ് യൂണിറ്റ്. നിങ്ങൾ കൊതിക്കും കണ്ടല്ലോ, അതുപോലത്തെ കളേഴ്സ് ആണ്. ഇതൊക്കെ ഇത് വന്നത് ഫീഡിങ് ആണ്. ഇടുക്ക് മെറ്റർണിറ്റി ജുവൽ നെക്കിന്റെ ഒരു പുതിയൊരു വേഷം എന്ന് പറയാം. ഇവരുടെ തന്നെ ഓൺ ഹാൻഡ് വർക്ക് ചെയ്യുന്നതാണ്. സൂപ്പർ അല്ലേ? വലിയ പറയാണ്ട. ചേച്ചി എടുത്ത അനിയത്തി എടുത്താ നാത്തൂരിടാം. ഇവിടെയാണ് നമ്മുടെ ഓവർലോക്ക് ചെയ്തോണ്ടിരിക്കണേ അല്ലേ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ കുർത്തീസിന്റെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ എറണാകുളത്ത്. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു കുർത്തി എന്ന് പറയുമ്പോൾ ഷിമ്മർ ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കൂടിയിട്ട് ഇതിന്റെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ മെറ്റീരിയൽസും ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? അപ്പൊ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ആദ്യം പറയാം. ഈ വഴി എന്ന് പറയുന്നത് നമുക്ക് MG റോഡ് വഴിക്ക് വരാണെങ്കിൽ ഗോപാല പ്രഭു റോഡ് വഴിക്ക് കയറാം. ഇത് കൂടാണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പ് വഴിക്ക് നമുക്ക് ഗോപാല പ്രഭു റോഡിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് DD ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ്ങില് SPM ഫാഷൻ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് ഒന്ന് കയറി നോക്കിയാലോ വരും. ഈ പ്രാവശ്യം പുതിയ വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്കൊന്ന് കയറി നോക്കട്ടെ വെറൈറ്റികള്. അപ്പൊ നമ്മുടെ എൽസവത്തിന് ഇവിടെ തപ്പുണ്ടായിരുന്നത് എവിടെ അവിടെ വരണേ മൈക്ക് വയ്ക്കട്ടെ. എന്തായാലും എന്തെന്ന് മൊത്തം വെള്ളയമ്മ കയറിയിട്ടില്ല. വെള്ളയാക്കാന്ന് വിചാരിച്ചു. ന്യൂ ഇയർ ഒക്കെ അല്ലേ? ന്യൂ ഇയർ അല്ലേ? ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു. ജനുവരി കഴിഞ്ഞാലേ ന്യൂ ഇയർ മാറുള്ളൂ. ജനുവരി ഫുൾ മാസം ന്യൂ ഇയർ ആണെന്ന് പറയണേ. ഫെബ്രുവരിക്ക് കടന്നാലും അത് ന്യൂ ഇയർ കഴിഞ്ഞുള്ളത്. ദുപ്പട്ട ഇത് ഫുൾ സെറ്റ് ആയിട്ട് ഇവിടുന്നുള്ളതാ? ഇല്ല, ദുപ്പട്ട വേറെ ഞങ്ങളുടെ തന്നെ ഷോപ്പിലുണ്ട്. മേളില് ഷോപ്പില് ടോപ്പും ലെഗിൻസ് ഇവിടത്തെ. അപ്പൊ ഇത് 2 പീസിന്റെ സെറ്റ് ആണ് അല്ല? സെപ്പറേറ്റ് ലെഗിൻസ് വേറെ, ടോപ്പ് വേറെ, ദുപ്പട്ട വേറെ ഒക്കെ ഇവിടുന്ന് കിട്ടും. ഇനി നമുക്ക് ഈ പ്രാവശ്യം എന്താ കുറെ വെറൈറ്റി നമ്മൾ ഈ പ്രാവശ്യം വെൽക്കം ഇതൊന്നും പറയണില്ലേ? ഇപ്പൊ നമ്മുടെ ആളായി. ഇനിയിപ്പൊ എന്ത് വെൽക്കം ഒക്കെ എവിടെ സ്റ്റാർട്ട് ചെയ്യണേ? നമുക്ക് അവിടെ സിൽക്കി 999 ഒരു മെറ്റീരിയൽ ഇവിടുന്ന് അല്ലേ? ഓക്കെ, തുടങ്ങ. ഇപ്പൊ വെറൈറ്റികള് എൽസത്ത് പറഞ്ഞു തരും. ഹാൻഡ് വർക്കില് സിൽക്കി 999 ആണ് ഈ മെറ്റീരിയലിന്റെ പേര്. 999 മെറ്റീരിയലിന്റെ പേരാണ്. സിൽക്കി 999 വിലയല്ല. സിൽക്കി 999 മെറ്റീരിയലിന്റെ പേര്. അതിന്റെ കളർ ചാർട്ടുകളാണ് ഇതെല്ലാം. ഇത് മൊത്തം ഇതില് 2 ഹാൻഡ് വർക്ക് ഉണ്ട് കേട്ടാ. നെക്ക് പോർഷനിൽ തന്നെ വർക്ക് ഉണ്ട്. അത് വേറെ വർക്ക്, ഇത് വേറെ വർക്ക്. സെയിം കളർ ചാർട്ടിൽ കണ്ട. ഇങ്ങനെ 2 വർക്കാണ് ഇതിന്റെ വന്നത്. ഇനി വേറെ വർക്ക് പറയുകയാണെങ്കിൽ ചെയ്തുതരും. പിന്നെ എന്താ വന്നുകൊണ്ടിരിക്കണം. നമുക്ക് വെറൈറ്റി വന്നുകൊണ്ടിരിക്കണം വർക്കുകൾ. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ അതെ അതെ. അതിന്റെ ഒരു ഇതുണ്ട്, വീനെക്കിലും കൂടി ഉണ്ട്. സെയിം മെറ്റീരിയൽ. മൂന്നാമത്തെ ഇതൊരു വർക്ക്. ഇതിന്റെ കളർ ചാർട്ടാണ് ഇത്. ഇതെല്ലാം കളർ ചാർട്ട്. ഇത് കാണുന്നത് മൊത്തം കളർ ചാർട്ട്. ഈ കളറൊക്കെ നോക്കി അടിപൊളി കളേഴ്സ് ആണ്. ഇഷ്ടപ്പെട്ട കളർ ബിസ്ക്കറ്റ് കളർ. അടിപൊളി കളർ. ഇത് ഞാൻ ഞാൻ ആ തിളക്കം കണ്ടപ്പോഴാണ് മനസ്സിലായത്. വർക്ക് കണ്ടിട്ടല്ലോ കേട്ടോ. ഇതൊരു ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇട്ട ഒരു മോഡൽ എന്ന് പറയുന്നത് എ ലൈൻ കുർത്തി. അതുപോലെ തന്നെ ഷിമ്മർ ആണ് മെറ്റീരിയൽ വന്നത്. എ ലൈനില് ഒരു കോളർ ജുവൽ നെക്കിന്റെ ഒരു പുതിയൊരു വേഷം എന്ന് പറയാം. അതെ അതെ. ജുവൽ നെക്ക് പോലെ തന്നെ ഒരു വ്യത്യാസമായിട്ട് വന്നേക്കാം. അപ്പൊ ഇതിൽ സിബ് കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ കളർ ചാർട്ട്. ഇതായിട്ട് ഇനിയും വന്നോണ്ടിരിക്കണ. അപ്പൊ ഞാനിട്ട സാധനം ഇവിടെ കാണാനില്ലല്ലോ. ഈ കളർ അതവിടെ ഉണ്ട്. കസ്റ്റമറെ കാണിച്ചിട്ട് അവിടെ ഉണ്ട്. അപ്പൊ മറൂൺ ഉണ്ടായിരുന്നു. ഈ കളർ ഒരു 4-5 ഷെയ്ഡ് എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ വരുന്ന ഒരു ഐറ്റം. പിന്നെ നമ്മള് സിൽക്കി 999 കണ്ടതിന്റെ എലൈനും ഉണ്ട് കേട്ടാ. സ്ട്രൈറ്റ് കുർത്തിയായിരുന്നു. ഓക്കെ, ഇത് അത് സ്ലിറ്റഡ്. ഇത് എ ലൈനിൽ വന്നത് സെയിം മെറ്റീരിയലാ. അതിന്റെ കളർ ചാർട്ടാണ് ഇത് മൊത്തം. ഓക്കെ, പിന്നെ വന്നത് നമുക്കിത് ജിമ്മിച്ചു സിൽക്കി എന്ന് പറയും. ഇതിനാ പുതിയ മെറ്റീരിയലുകളൊക്കെ വന്നിട്ടില്ലേ? പിന്നെന്താ, നമുക്ക് പുതിയതല്ല, പക്ഷെ ഇവിടെ പുതിയതാണ്. ജിമ്മിച്ചു സിൽക്കി ഒരു പ്ലാസ്റ്റിക്കിന്റെ പോലെ ഒരു ഫീൽ. ഒരു വെറൈറ്റി. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടാണ്. ജിമ്മിച്ചു പണ്ടൊക്കെ വന്നിരുന്ന കുറച്ച്. ഇതിന്റെ കളർ ചാർട്ട് കവറിലിരിക്കണോണ്ട് എടുത്തറിയോന്ന് അറിയില്ല. എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സ്. ഇതാണ് ഷെയ്ഡുകൾ ഫുൾ വരുന്നത്. കണ്ടോ, നല്ല മെഹന്തി ഗ്രീൻ, മറൂൺ, ഈ ഒരു ഗ്രീൻ, പിസ്ത ഗ്രീൻ, വയലറ്റ്, നല്ല ഷെയ്ഡുകളാണ് കേട്ടോ ഒക്കെ വരുന്നത്. അതിന്റെ ഫുൾ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് ഷിമ്മറിൽ തന്നെ വേറെ ഒരു ഹാൻഡ് വർക്ക് വ്യത്യാസം, കട്ടിങ് വ്യത്യാസം കണ്ട. ഇപ്പൊ നമ്മൾ ഇതിപ്പോ ഷെൽമിട്ടാണത് ജുവൽ നെക്ക് ബട്ടൺ ആയിട്ടുള്ളത്. ഇതാവുമ്പോ ഇങ്ങനെ ജസ്റ്റ് ഒരു ഇതുണ്ട്. ഇത് പിടിച്ചോ. പിന്നെ ഇതുണ്ട്. ഇതൊക്കെ ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെ വർക്കുകളാണ്.
ഇത് എ ലൈനിൽ വന്നി വർക്കുകള് കുറെ വ്യത്യാസമായിട്ടുള്ളത് പല പല വർക്ക്. പിന്നെ വരുമ്പോ ഇത് സ്ലിറ്റ്, സെയിം മെറ്റീരിയൽ തന്നെ സ്ലിറ്റ് സെയിം മെറ്റീരിയൽ ഗ്രീനില്. ഇത് എ ലൈൻ ആണെങ്കിൽ ഇത് സ്ലിറ്റ്. അങ്ങനെ ഹാൻഡ് വർക്ക് വ്യത്യാസം അങ്ങനെ വരും. അങ്ങനെ ഒരു മെറ്റീരിയൽ തന്നെ പല വർക്കുകൾ. ഇതിന്റെ ചാർട്ട് ചെയ്തിരിക്കണേ ഇത് സ്ലിറ്റിന്റെ ചാർട്ട്. ഇതിപ്പോ നമ്മൾ കണ്ടില്ല അതിന്റെ ചാർട്ട്, എ ലൈൻ, ഇതെല്ലാം ആ സെയിം. ഇതേണ്ട ക്രീമൊക്കെ ചില കസ്റ്റമേഴ്സ് ക്രീമിനൊക്കെ ഓടി കിടക്കണാണ്. അതിന്റെ വൈറ്റും ഉണ്ട്, വൈറ്റും ഉണ്ട്, വൈറ്റും ഉണ്ട്, ക്രീമും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. SPM സമീപിച്ചാൽ വൈറ്റ് ക്രീം എല്ലാം കിട്ടുന്നതായിരിക്കും. പ്രത്യേകിച്ച് അത്സവത്തിനെ ഒന്ന് വിളിച്ചാൽ അതെ, വിളിച്ചാൽ മതി. പിന്നെ നമുക്കൊരു വെറൈറ്റി കാണാം. ഇത് പേപ്പർ സിൽക്കിൽ വന്നാണ്. പേപ്പർ സിൽക്ക് ഒക്കെ ഇറങ്ങി തുടങ്ങിയാ ഡിസൈനർ പീസ് പോലെ നമുക്ക് ഒരു ഡിജിറ്റൽ പ്രിന്റില് അത് ഫ്രണ്ടിലും അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ആ ഒരു പ്രിന്റ് വരുന്നുണ്ട്. ഇതൊക്കെ സൂപ്പർ അല്ലേ? വലിയ പറയാണ്ട. പക്ഷെ ഇത് റാക്കിൽ വെക്കുമ്പോ നല്ല രസം. ഇത് നല്ല രസം കേട്ടോ. ഇങ്ങനെ റാക്കിൽ ഇരിക്കണ ആ ഒരു ഡിസൈൻ. പക്ഷെ ഇങ്ങനെ ഇരിക്കണേലും നമുക്ക് ഇത് കണ്ടേ, ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോ നോക്കിക്കോ, കണ്ട അത് അതിനുകളും ഓപ്പൺ ചെയ്യുമ്പോ തുറന്ന് കാണിക്കും. അപ്പൊ ഇതിന്റെ കളർ ചാർട്ട് എവിടെ ഇരിക്കണേ? ഇതില് 2 ഷെയ്ഡ്, അങ്ങനെ രണ്ട് ഷെയ്ഡ് കണ്ട. ഇതില് 2 ഷെയ്ഡ്, അങ്ങനെ എല്ലാത്തിലും ഇതേ ഈ പ്രിന്റുകളൊക്കെ കാണിക്കാൻ ഞാൻ ഓപ്പൺ ചെയ്ത ഓരോന്ന് ഒക്കെ 2 ഷെയ്ഡാണ് വരുന്നത്. എല്ലാത്തിനും പ്രിന്റ് കാണുന്നത്. ബാക്കിലും ഇത് വരുന്നുണ്ട് കേട്ടോ. അതെ അതെ, ഫ്രണ്ട് മാത്രമല്ല ബാക്കും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ വെറൈറ്റികൾ മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം. അല്ല, എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. ഓരോ തവണ ഒന്നിനൊന്ന് മെച്ചമായിട്ട് വെറൈറ്റികൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കൂടുതൽ ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം വരുന്നത്. അതെ അതെ, സത്യം. ഇനി അടുത്തത് ഇത് ജോർജറ്റ് ഹാൻഡ് വർക്കില് ഒരു ഓവർകോട്ട് പോലെ. ഇത് നമ്മൾ പണ്ട് കാണുന്ന മോഡലിൽ തന്നെ. പക്ഷെ ചിലർക്ക് ഇത് ഭയങ്കര ഇഷ്ടം, ചിലർക്കല്ലേ. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ജോർജറ്റ് തന്നെ പല ഇതിൽ വരും. ഹാൻഡ് വർക്ക് വ്യത്യാസത്തിൽ ഇതിന്റെ ഒക്കെ കളേഴ്സ് വരുമ്പോ കളേഴ്സ് ഉണ്ട്. എല്ലാ കളേഴ്സും 6-8 കളേഴ്സ് വരും എല്ലാത്തിലും. ഏത് പാറ്റേൺ കാണിക്കായാലും അതിൽ 6-8 കളേഴ്സ് വരും. ചിലതിൽ 12 ഉണ്ടാവും. കുറെ കളേഴ്സ് വന്ന പോലെ ഇരിക്കും. ഇത് സ്ലീവിലും വർക്ക് ഉണ്ട്. സ്ലീവിലും വർക്ക് ഉണ്ട്. സ്ലീവിലും ആ സെയിം മുത്തിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഒരു അടിപൊളി വർക്ക്. ഒരു 2 പീസ് ആയിട്ട് ഇരിപ്പുണ്ട്. അത് കാണിച്ചു. 2 പീസ് 3 പീസ് 3 പീസ് ഇല്ല അല്ലെ? ദുപ്പട്ട എടുക്കണം. അതൊക്കെ നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളു, വരാനിരിക്കുന്നേ ഉള്ളു. ഇതണ്ട, ഇത് ഒരു ലൂസ് പാന്റ് റയോണ്ട് വിത്ത് ഹാൻഡ് വർക്കില് കളർ ചാർട്ട്. ഇതില് 2 ഷെയ്ഡ് ഷെയ്ഡോളം. ഓക്കെ, ബ്ലൂവും ഈ കളർ മെറൂണും. അത് 2 പീസ് ആണ് പാന്റ് അടക്കം. അടിപൊളി. റേറ്റ് ഒക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? വിളിച്ചാൽ മതി. നമുക്ക് ഇത്ര ബഡ്ജറ്റിനുള്ളിൽ ഐറ്റം കാണിച്ചു തരാൻ. അതെ ഒരിക്കും നമുക്ക് വിചിത്ര സിൽക്ക് കണ്ട വീനെക്കില് ഇതിന്റെ കളേഴ്സ് കാണിക്കാൻ കുറെ ഉണ്ട് കേട്ടോ. അതെ കളേഴ്സ് കളേഴ്സുകള് അടിപൊളി കളേഴ്സുകള്. ഇത് ലാസ്റ്റ് ഒരു കളർ അതും കൂടി ഉണ്ട്. ഇതല്ലേ? അല്ലല്ല, ഈ കളർ ഈ ബ്ലൂ വ്യത്യാസമുണ്ട്. രണ്ടും വ്യത്യാസമുണ്ട്. ഇതൊന്നും വന്നിട്ടില്ല കണ്ട. നല്ല കളേഴ്സ്, നല്ല അടിപൊളി കളേഴ്സ് ആണ്. പിന്നെ ഇതിൽ തന്നെ പാച്ചും ഉണ്ട് കേട്ടോ. അതെ, വിചിത്രയില് പാച്ച് വർക്ക് ആയിട്ടുള്ളത് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഒക്കെ വിചിത്രയിലാന്ന് മാത്രം. ഈ പാച്ചിന്റെ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതുപോലെ ഹാൻഡ് വർക്ക് വീനെക്ക് വർക്കിലുള്ളതും. അപ്പൊ ഒരു ബോക്സ് പാറ്റേണിൽ വേണമെന്ന് വെച്ചാൽ അതുണ്ട്. ഈനക്കിൽ വേണം. വേറെ വിചിത്രയിൽ ഒരുപാടുണ്ട്. അതെ, ഇത് വിചിത്രയാണ്. അതിപ്പോ നമ്മൾ കാണിച്ച സെയിം വർക്കുകൾ ഇതുണ്ട്. ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി. കളർ ചാർട്ട് കണ്ട. കളർ ചാർട്ടാണ് ഇത്. ഇത് ഫുൾ നിറഞ്ഞിരിക്കും വർക്ക്. ഇതിന്റെ ഇതാണ് കേട്ടോ ഫുൾ കാണുന്നത്. ഇതിന്റെ കളർ ചാർട്ടുകൾ. ഓക്കെ, ഇനി ഈ വർക്ക് നെക്ക് പോർഷനിൽ വരും. ഹാൻഡ് വർക്ക്. ഈ ഹാൻഡ് വർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ചെയ്യുന്നത് തന്നെയാണോ അല്ലെങ്കിൽ വരുത്തിക്കണതാ? ഇവിടെ തന്നെ ചെയ്യണതാണ്. ഇവിടെ തന്നെ സ്റ്റിച്ചിങ്ങും ഇവിടെ തന്നെയാ. സ്റ്റിച്ചിങ്ങും ഉണ്ട്, ഹാൻഡ് വർക്ക് എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണതാണ്. എല്ലാതും. അപ്പൊ ഒന്ന് പോയി കണ്ടാലോ? പിന്നെ അന്ന് സ്റ്റിച്ചിങ്ങും ഗോഡൌൺ ഒക്കെ ഉണ്ടോ? ഗോഡൌൺ ഉണ്ട്. അപ്പൊ സ്റ്റിച്ചിങ്ങും ഗോഡൌണും ഹാൻഡ് വർക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇനി ബാക്കി നമുക്ക് കാണാം. അപ്പൊ ഇത് ഇവിടെ കിടക്കട്ടെ, ബാക്കിയുള്ള വന്നിട്ട് കളക്ഷൻസ്. ഓക്കെ. ഇതാണ് നമ്മുടെ ഗോഡൌണിലെ ഗോഡൌണിന്റെ ഇൻചാർജിങ് ഒരു
ഓണർ ഓണറാണ് കസിനാണ് ഓണറിന്റെ നമ്മുടെ സച്ചിൻ ഭായിന്റെ ഓണറാണ് SPMന്റെ. അപ്പൊ ഇവിടത്തെ ഇൻചാർജ് ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ആരാ ഇൻചാർജ്? പാത്തു. ഇവിടുത്തെ ഇൻചാർജ് ഞാനും വിചാരിച്ചു അവിടെ കണ്ടില്ലല്ലോ പാത്തുനെ. ഇവിടുത്തെ ഇൻചാർജ് ശരി. അപ്പൊ നമ്മുടെ ഗോഡൌൺ എന്ന് പറയുമ്പോ ഈ കാണുന്നത് മൊത്തം കളക്ഷൻസ് ആയിരിക്കണത്. ഇവിടെ ലൈറ്റ് ഇത്തിരി കുറവുണ്ടാവും, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിക്കാം. പിന്നെ ഇപ്പുറത്തൊക്കെ നോക്കിയാ ഇതൊക്കെ കാണിച്ചു കൊടുക്കുക എന്റെ അത്രേ ഉള്ളൂ. അവിടെ നിന്നോ. ഇത് ഫുൾ കളക്ഷൻസ് ആണ്, പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് എൽസബത്ത് പറയുന്നുണ്ടായിരുന്നു വീഡിയോയില്. സർപ്രൈസ് ഈ ഒരു സംഭവമാണ്. ഞാൻ ഓപ്പൺ ചെയ്തു, പക്ഷെ ഈ സർപ്രൈസിന്റെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്ന് വെച്ചാൽ എൽസബത്തിനെ വിളിച്ചു പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം, ബാക്കിയൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് ചോദിച്ചാൽ ഇതൊരു നിങ്ങൾക്കുള്ള സർപ്രൈസ്. ഓക്കെ, അപ്പൊ ഇനി ഇപ്പുറത്തെ സൈഡ് എന്താണ്? ഇപ്പുറത്തെ കൊറേയോ ജിമ്മിച്ചു ഫുൾ ഇങ്ങനെ റാക്കിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കട്ടോ. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ പുതിയത് വെറൈറ്റി പിടിച്ച ജിമ്മിച്ചുല്ലേ കളേഴ്സ് കണ്ട നിങ്ങൾ കൊതിക്കും കണ്ടല്ലോ, അതുപോലത്തെ കളേഴ്സ് ആണ് ഇതൊക്കെ. അടിപൊളി കളേഴ്സുകളാണ്. ഇതൊന്നും നമുക്ക് അവിടെ ഷോപ്പിലേക്ക് വെക്കാനായിട്ട് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കുറേച്ചായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കണമെങ്കിൽ ഞങ്ങൾ അതിനുള്ള സൗകര്യം ചെയ്തു തരുന്നതായിരിക്കും. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഓഫ് സീസൺ ആണ്, ഒരു സ്ഥലത്തും സ്റ്റിച്ചിങ് ചെയ്യൂല ഈ സമയത്ത്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും ഐറ്റം സ്റ്റിച്ച് ചെയ്ത് വന്നോണ്ടിരിക്കുന്നത് അത്രയും കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങോട്ട് വാ എന്റെ ഉത്സവത്തെ, ഇനി ഇപ്പുറത്തും കാണിക്കാണ്ട് അപ്പുറത്തെ സൈഡ് ഉണ്ട്. ഇപ്പുറത്തും നിറയെ കളക്ഷൻസ് ആണ്, ഒക്കെ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഇരിക്കുന്നത്. ഈ സൈഡ് നോക്കണെങ്കിൽ വെറുതെ ഇവിടെ ഇങ്ങനെ ഓടിപ്പിച്ചിട്ട് പോവാന്ന് മാത്രം. അപ്പൊ ഇത് ആക്ച്വലി ഇവരുടെ ഗോഡൌൺ ആണ്. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് വെച്ചിട്ടുള്ള കുറെ ഐറ്റംസ് ഒക്കെയാണ്. കുറേശ്ശെ ആയിട്ട് നമുക്ക് ഷോപ്പ് അവിടേക്ക് കാണിക്കാം. ഇനി പോവാൻ നമുക്ക് ഹാൻഡ് വർക്കില് പല ഹാൻഡ് വർക്സിലൊക്കെ കിട്ടൂട്ടോ. ഇത് ഒരു വെറൈറ്റി ഒരു ഹാൻഡ് വർക്ക്. ഇതെല്ലാം വിചിത്രയുടെ സെക്ഷനാണ് വരുന്നത്. അപ്പൊ ഇനി പോയാൽ നമുക്ക് ഇപ്പുറത്ത് മാത്രമല്ല അപ്പുറത്തെ സൈഡും ഉണ്ട്. ഓരോ ഐറ്റവും കൂടി കാണിച്ചേക്കട്ടെ. ഫേവറേറ്റ് ഐറ്റം എന്തേ നോക്കിയാൽ നല്ല അടിപൊളി ഐറ്റം ആണ്. അതെന്താ ബ്ലാക്കില് പാച്ച് വർക്ക്. ഓ, ഇതെല്ലാവരും. പിന്നെ അതിലും ഒന്നിനൊന്ന് വെച്ചോണ്ട് ഇതൊക്കെ യെല്ലോയിലും മെറൂൺ കോമ്പിനേഷൻ വന്നേക്കണം. നോക്കി ഇതിന്റെ അതാണ് സർപ്രൈസ് ആണ്. ഇത് ഇവിടെ വന്നാ നിങ്ങക്ക് പർച്ചേസ് ചെയ്യാം, സൂപ്പറായിട്ട് പർച്ചേസ് ചെയ്യാം. അത്രയും വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇത് ഒരു സൈഡ് മാത്രം കഴിഞ്ഞോട്ടോ, ഇനി അപ്പുറത്തെ സൈഡും കൂടി ഉണ്ട് കേട്ടോ. അതൊന്നും നോക്കിയാൽ നമുക്ക് അപ്പുറത്തെ സൈഡ് ഒന്ന് തിരിക്കാം. അങ്ങോട്ട് കിടക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലില്ല. ഫുൾ കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസ് ഇപ്പൊ ഈ കാണുന്ന ഇതൊക്കെ ഫുൾ ഉള്ളില്, അതിന്റെ ഉള്ളിൽ ഫുൾ കുർത്തീസും അതുപോലെ തന്നെ ഫുൾ ലെഗിൻസിന്റെ കളക്ഷൻസ്. അപ്പൊ ഇത് കാണുന്നത് മെറ്റീരിയൽസ് ആണ് കേട്ടോ. മെറ്റീരിയൽസ് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വന്നേക്കണതാണ്. ഇനി ഇത് സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് പോകണം. അപ്പൊ നമുക്ക് പോയാലേ ഇത് പോണേക്കാളും മുമ്പ് നമുക്ക് അവിടെ സ്റ്റിച്ചിങ് യൂണിറ്റില്. ഇവിടെയാണ് നിങ്ങളുടെ സ്റ്റിച്ചിങ് യൂണിറ്റ് അല്ലേ? ഇപ്പൊ ഇവിടെ ഓരോരോ റൂമിൽ ഇതുപോലെ മൂന്ന് പേര്, അപ്പുറത്തെ റൂമിൽ 3 പേര്, ഇവിടെ 3 പേര്, അങ്ങനെയാണ് സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സർപ്രൈസ് എന്ന് പറഞ്ഞ സംഭവമാണ് എനിക്ക് തോന്നുന്നത് സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കണത്. ഇത് ജോർജറ്റിന്റെ മെറ്റീരിയലാ. ഇത് ജോർജറ്റ്. ये जो मैंने पहना सेम वही कपड़े का क्या? ये ജോർജറ്റിന്റെ മെറ്റീരിയൽ. ഇവിടെ കഴുത്ത് വെക്കണേന്റെ ഇതാ, ഫുൾ കഴുത്ത് വെച്ച് പാച്ച് വർക്ക് ചെയ്യണേന്റെ. പാച്ച് വർക്ക് അല്ല, ഇങ്ങനെ ഒട്ടിക്കല്. എന്തൊക്കെ പറയും ഇപ്പൊ ഓർമ്മയിൽ വരുന്നില്ല. ഇതിന് വക്രം എന്തോ പറയും ഈ തുണിക്ക്. ക്യാൻ അല്ല, എന്തായാലും ആവട്ടെ, എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ എന്തായാലും ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് നിങ്ങള് അതെ സ്റ്റെപ്പ് നെറ്റ് അങ്ങനെ എന്തോ പറയാ. എന്തായാലും എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുള്ളവര് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ ഈ സംഭവം എന്താണെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ ഇത് ഫുൾ നെക്കിന്റെ ഡിസൈൻസ്. ഇത് സ്ലീവ് ആയി പൂറ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാന്ന് വെച്ചാൽ ഇവിടെ കുറെ സ്റ്റിച്ചിങ് ഇങ്ങനെ കാണിക്കാനുണ്ട്, അതുപോലെ ഹാൻഡ് വർക്കും കാണിക്കാനുണ്ട് അല്ലേ. അപ്പുറത്തേക്ക് പോകും. ഇവിടെയാണ് നമ്മുടെ ഓവർലോക്ക് ചെയ്തോണ്ടിരിക്കണേ അല്ലേ. അപ്പൊ ഓവർലോക്ക് ഈ സെയിം അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇവിടെ ഓവർലോക്ക് ചെയ്യണം. ഇനി ഇതിന്റെ ഫിനിഷിങ് കാര്യങ്ങൾ തേപ്പ് അത് അവിടെയാണ് നടക്കുന്നത്. തേപ്പ് ഇവിടെയാണ് നടക്കുന്നത്. അപ്പൊ ഇത് ഫുൾ തേച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് ഇനി ക്വാണ്ടിറ്റി ആയിട്ട് അവിടെ ജോർജറ്റിലെ ഹാൻഡ് വർക്ക് വരുന്ന കളക്ഷൻ കേട്ടോ. തേച്ചിട്ടുള്ളതാണ്. ഇനി വീണ്ടും ഞാൻ എടുക്കും. 1 മിനിറ്റ്. അതാ ഈ വർക്കൊക്കെ ഇതൊക്കെ അവിടെ നമുക്ക് കാണിക്കാം. നമുക്ക് പോകാം. ഇനി അവിടേക്ക് പോവാ. താങ്ക് യു. അപ്പൊ ഇനി ഹാൻഡ് വർക്ക് ചെയ്യുന്നിടത്തേക്ക് പോകണം. ഇവരുടെ തന്നെ ഓൺ ഹാൻഡ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നെക്കിൽ നല്ല നല്ല വർക്കുകൾ ഡിസൈനൊക്കെ നമ്മൾ ഇവിടുന്നാണ് കേട്ടോ ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത്. കുറെ ഇപ്പൊ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇത് ജിമിച്ചു ഫാബ്രിക്കിലാണ് ഹാൻഡ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ. അത് നമുക്ക് ആവശ്യപ്പെട്ട ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഹാൻഡ് വർക്ക് ചെയ്യാം. എന്തായാലും സൂപ്പറാണ്. ഒരു അത്യാവശ്യം കുറച്ച് നമ്മൾക്ക് ഈ വേറെ നമുക്ക് സിമ്പിൾ ആണ്. കണ്ട് നോക്കി അവരെന്ത് ഇതായിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്യണെന്ന് അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോരോ കളക്ഷൻ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത് വേറെ ഏത് ചെയ്യുമ്പോ നല്ല ഭംഗിയായിരിക്കും. ഇവരുടെ ഇത്രയും
എഫക്ട് എടുത്തിട്ടാണ് ഇത് ഇവര് ഇത്രയും ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇനി ഇതൊക്കെ ശരിക്കും ഇങ്ങനെ കാണുമ്പോ ഒന്നും അതിങ്ങനെ കാര്യമായിട്ട് മനസ്സിലാവില്ല. പക്ഷെ ഇതിന്റെ ഫുൾ എന്താ പറയാ ഫിനിഷിംഗ് ലുക്ക് കാണണമെങ്കിൽ ഇനി നമുക്ക് ഷോപ്പിലേക്ക് പോകേണ്ടി വരും. പോയാലോ? ഓക്കെ ഓക്കെ, പോവാം. ഇനി ബാക്കിയുള്ളത് കൂടി കുറെ കാണിക്കാനുണ്ട്. അതൊക്കെ ഞാൻ എപ്പോ കാണിക്കും. സ്റ്റിച്ചിങ് ഒക്കെ കണ്ടിട്ട് ഒരു കാര്യമില്ല. നമുക്ക് കളക്ഷൻസ് ബാക്കി ആലിയയില് തന്നെ 2-3 വെറൈറ്റീസ് ആണ്. ഇതാണ് ഹാൻഡ് വർക്കിൽ തന്നെ ആലിയ. പിന്നെ വെറൈറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ആലിയല്ലേ. ഇതിന്റെ കളർ ചാർട്ട്, ഇതിന്റെ കളർ ചാർട്ട് 4. ഈ 4 കളർ ചാർട്ട് ലുക്ക് വരുമ്പോ ഇങ്ങനെയായിരിക്കും. ഇനി ഇത് വേറൊരു ആലിയ. എല്ലാ ആലിയ 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 എവിടെ നോക്കിയാലും ആലിയ. പിന്നെ വേറെ ഇത് അടിപൊളി ഒരു ഐറ്റം ആണ്. നോക്കിയേ. ഞാൻ ചോദിക്കാൻ നിൽക്കുന്നത്, ഞാൻ പോണ സമയത്ത് ഞാൻ അത് കണ്ടു. അപ്പൊ വന്നിട്ട് നോക്കാന്ന് വിചാരിച്ചത്. റേഞ്ച് റോവർ. എന്ത് മെറ്റീരിയലിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, റേഞ്ച് റോവർ. ഓക്കെ, അതെന്തായാലും കുറച്ച് ഷിമ്മറി ആയിട്ടുള്ളത്, ഒരു വെറൈറ്റി ആയിട്ട് ഒരു എങ്ങും ഇല്ലാന്ന് എനിക്ക് തോന്നണം. മാക്സിമം ഇവിടെ കളർ ചാർട്ടുകളാണ് ഇത്. നമ്മ മെറ്റീരിയൽ ഇനിയും വന്നിട്ടുണ്ട്. ഇപ്പൊ വന്ന ഐറ്റം കുറച്ച് ഈ ലെവലിന്റെ അടുത്ത നല്ല ഭംഗിയുള്ള കളർ, അടിപൊളിയാണ്. അതിൽ ഒരു 5 ഷെയ്ഡ് അങ്ങോട്ട് ഉണ്ടെന്ന്. 5 12 ഷെയ്ഡ് വന്ന് ഇതിൽ തന്നെയാ റേഞ്ച് റോവർ. റേഞ്ച് റോവർ. ഇനി ബുഗാട്ടി ഇതൊക്കെ എപ്പോ വരും? ചേച്ചി എടുത്ത അനിയത്തിക്കിട, അനിയത്തി എടുത്ത നാത്തൂരിട. അങ്ങനെ തലമുറകൾ കൈമാറി യൂസ് ചെയ്യാം. മെറ്റീരിയൽ കംപ്ലൈന്റ് വരില്ല. അടിപൊളി സാധനമാണ് ഇത്. അതെ, കേൾക്കാം, നല്ല സുഖം. ചേച്ചി എടുത്ത അനിയത്തിക്കിട, അനിയത്തി എടുത്ത നാത്തൂനിട. കാലകാലം ട്രെൻഡിൽ നിൽക്കുന്നു. അതെ അതെ. ഇനി അത് ജുവൽ നെക്കിന്റെ പ്രിന്റഡ് ജുവൽ നെക്ക്. ഇപ്പൊ എല്ലാരും പറയാം ഔട്ട് ഓഫ് ഫാഷൻ ആയിരുന്നു. പക്ഷെ ഇല്ല, ഇപ്പോഴും ഓരോരോ പാറ്റേണിൽ വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ ഇട്ടേക്കണ ഒരു പാറ്റേൺ. പിന്നെ ഇത് കണ്ട പ്രിന്റഡില് നല്ലായിട്ട് പോണത്. പ്ലെയിനിലായിരുന്നു ജുവൽ നെക്ക് വന്നിരുന്നത്. ഇപ്പൊ അത് പ്രിന്റിൽ ജുവൽ നെക്ക് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതിന്റെ കളേഴ്സ് അപ്പൊ നമ്മള് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് ഇവരോട് ചോദിക്കൂലോ, നമ്മളാണ് അറിയാൻ പറ്റും. അതെ അതെ. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കണേ. നല്ല ഷെയ്ഡ്. നല്ല ഷെയ്ഡ്. ഇതിന്റെ കളേഴ്സ് ഉണ്ട്. കളേഴ്സ് ഉണ്ട്. ഇതിന്റെ കളേഴ്സ് ആണ് ഇതെല്ലാം. ഈ കാണുന്നത് ഒക്കെ പ്രിന്റഡ്. പിന്നെ ഈ മുകളിൽ ഇതും ഒരു വെറൈറ്റി. റേഞ്ച് റോവർ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇതിന്റെ പേരാണ് മെലോൺ. മെറ്റീരിയലിന്റെ പേരാണ്. അതായത് വണ്ടിയുടെ പേര് നോക്കി നല്ല പളപിള നല്ല ഒഴുകി കിടക്കും. നല്ല ജോർജറ്റിന്റെ നല്ല ടൈപ്പ് മെലോൺ എന്നാണ് ഈ മെറ്റീരിയലിന്റെ പേര്. നല്ല അടിപൊളി സാധനമാണ്. പിടിച്ചത് നല്ല സോഫ്റ്റ് അല്ലേ? പിന്നെ ഞാൻ അതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കളേഴ്സ് ആണ്. അത് ലൈറ്റ് ഷെയ്ഡുകളാണ്. ഒരു പുതിയ വെറൈറ്റി. ഇത് ഫുൾ ലൈറ്റ് ഷെയ്ഡിലാണ് വന്നേക്കണം. ഫുൾ നല്ല ലൈറ്റ് ഷെയ്ഡില് അതിൽ നല്ലൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അടിപൊളി ഒരു മെലോൺ. ഇനിയിപ്പോ ഇതൊക്കെ മേടിക്കണെങ്കിൽ 4 പീസിന്റെ ഒരു സെറ്റ് ആയിട്ട് തന്നെ മേടിക്കണം. ഹോൾസെയിൽ ആണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ഡബിൾ എക്സൽ സൈസ് അങ്ങനെ തന്നെ തരുള്ളൂ. ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു മെറ്റീരിയൽ. പിന്നെ ആലിയുടെ നമ്മൾ പറഞ്ഞ കണ്ടില്ല, ഇത് ജോർജറ്റിലാണ്. ഇതൊരു പഞ്ചസാര പോലെ ഇങ്ങനെ കിടക്കണല്ലേ. ഇങ്ങനെ അത് സ്ലീവിന്റെ ആ ഒരു പോർഷനിലുണ്ട്. സ്ലീവിലുണ്ട്. കണ്ട ഇതിന്റെ കളർ ചാർട്ട് ഒക്കെ ഡാർക്ക്. ഇത് ഫുള്ള് അതിന്റെ കളർ. ഈ മോളിൽ നിന്ന് തൊട്ട് അടി വരെ നോക്കുകയാണെങ്കിൽ ഫുൾ ഇതിന്റെ കളർ ചാർട്ടാണ്. അതിൽ കോഫി കളറും ഈ കളറൊക്കെ നല്ല അടിപൊളി കളർ ഷെയ്ഡ്. നല്ല അടിപൊളി ഷെയ്ഡ്, നല്ല കളേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ ഈ നിലത്ത് കിടക്കുമ്പോ കോട്ടൺ ആണോ? അത് 2 പീസ് 3 പീസ് ഒക്കെ. അതിലൊക്കെ നമുക്ക് പിന്നെ കുർത്തിയുടെ ഇപ്പൊ ഞാൻ ഇട്ടേക്കണ പറഞ്ഞില്ലേ, ഇത് ഇതിനെ പറഞ്ഞ പാകിസ്ഥാൻ ഷോൾ എന്നാണ്. അതിന്റെ കൂടെ ഇപ്പൊ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടില്ലേ, ഇപ്പൊ നമുക്കിത് ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഇടാം. ബ്ലാക്ക് ഇട്ടാലും മാച്ചാന്ന് കണ്ട. ഷോള് വേണമെന്ന് വെച്ചാൽ മോളിൽ പോയാൽ മതി. മോളിൽ പോയാൽ മതി. ജ്യോതി ടെക്സ്റ്റൈലുണ്ടോ? ഇപ്പൊ നമ്മള് നിൽക്കുന്നത് SPM ഫാഷനില്. ഇതണ്ട ബ്ലാക്കിന്റെ കൂടെയും സൂപ്പർ ആയിരിക്കും. ഇപ്പൊ എല്ലാവരും പാകിസ്ഥാൻ ഷോൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ചിക്കൻകാരി റയോൺ ലൈറ്റ് വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ബ്ലാക്കിലാണ് കൂടുതൽ എല്ലാവരും മാച്ചിങ് വേണം. ഇതിന്റെ തന്നെ അക്കോബേഡ തന്നെയുണ്ട അടിപൊളി പാറ്റേൺസ് ഇഷ്ടം പോലെ ഉണ്ട്. ഫുൾ സ്വീക്വൻസ് വർക്ക്, ത്രെഡ് വർക്ക്, ചിക്കൻ കറിയുടെ കളർ ചാർട്ടുകൾ ഇതേ ഇപ്പൊ ഇടാൻ പോണ ഓരോന്നോരോന്ന്. ഇത് വേറെ അത് വേറെ. രണ്ടിന്റെ വർക്കുകൾ പക്ഷെ ഒക്കെ ചിക്കൻ കറി തന്നെ. ഉള്ളില് വിത്ത് ലൈനിങ് എടുക്കും. അതിന്റെ കളേഴ്സ് ആണ് ഈ നിലത്ത് കിടക്കുന്നത്. ഇത്രയും കളേഴ്സ് സൂപ്പർ അല്ലേ? വൈറ്റ്, ബ്ലാക്ക്, റെഡ്, പിങ്ക്, ബ്ലൂ, നേവി ബ്ലൂ, പിസ്ത ഗ്രീൻ, ആഷ് കളർ, പിസ്ത ഗ്രീൻ, മജന്ത, പിന്നെ ഈ ഒരു ബ്ലൂ. എന്തോരം കളേഴ്സ് ഇപ്പൊ ഇട്ട് കൊടുക്കണത്. ഇഷ്ടം പോലെ കളർ ഉണ്ട്. അപ്പൊ ഇത് ഫുൾ ചിക്കൻ കറിയില് കേട്ടോ. ചിക്കൻ കറിയില് കുറെ നല്ല നല്ല വെറൈറ്റീസ്. അപ്പൊ ഇതിലും സൈസസ് അവൈലബിൾ ആണ്. പിന്നെ പ്ലസ് സൈസ് വേറെ ഉണ്ട് അല്ലേ? പ്ലസ് വേറെ വരും. ഇത് 2 പീസിന്റെ സെറ്റ്. ഇതൊന്ന് കാണിച്ചു.
ഇതൊന്ന് കാണിച്ചു. അപ്പൊ ഇത് തുറന്ന് കാണിക്കണ്ടല്ലേ മോളെ, ഇത് തുറന്ന് കാണിക്കണ്ടേ എളുപ്പത്തിന് വേണ്ടിട്ടേ ഈ സംഭവം ഇപ്പൊ നമ്മൾ പിടിച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ 2 ഷെയ്ഡ്. ഇത് 2-3 ഷെയ്ഡ് 3 പീസിന്റെ ഒരു സെറ്റ് ആണ്. പാന്റും വരും. എ ലൈൻ കുർത്തിയാണ്, പക്ക കോട്ടൺ ആണ്. അത് വിത്ത് മൽമലിന്റെ ദുപ്പട്ട ആയിട്ട്. അപ്പൊ ആ പീസാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യണ്ടല്ലോ, ഇനി മടക്കാൻ വേണ്ടതുണ്ട്. അപ്പൊ എന്നോട് തോന്നിക്കണ്ടല്ലോ. അപ്പൊ അത് 3 പീസിന്റെ ഒരു സെറ്റ് ആണ്. ഇനി 3 പീസ് ഒക്കെ കാണാൻ കിടക്കണേ. പിന്നെ ഇപ്പുറ സൈഡ് ലെഗിൻസ് ആയിരിക്കും. ലെഗിൻസ് ഉണ്ട്, സിഗരറ്റ് പാന്റ് ഉണ്ട്, കോട്ടൺ പാന്റ് ഉണ്ട്, സ്ട്രെയിറ്റ് പാന്റ്. അത് ഈ സൈഡാണ്. ഈ സൈഡ് ജസ്റ്റ് ഒന്ന് അത് നോക്കിയിട്ട് ഓടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ആ ബാക്കി കുറച്ച് സെക്ഷനും കൂടി ഉണ്ട്. ആ ഒരു സെക്ഷനിലേക്ക് കൂടി കിടക്കാട്ടോ. അപ്പോ ലെഗിൻസിന്റെ ഒന്ന് കിടന്നേ. ലെഗിൻസ് ഇത് ഈ സൈഡെല്ലാം ഫുള്ള് ലെഗിൻസ് ആണ്. നമുക്ക് XL to 3XL വരെ സൈസ് തന്നെ ലെഗിൻസ്. പിന്നെ ഇത് വരുമ്പോ പെൻസിൽ പാന്റ്, സിഗർ പാന്റും ഉണ്ട്. സിഗരറ്റ് പാന്റ് ഉണ്ട്, പെൻസിൽ പാന്റ് ഉണ്ട്, കോട്ടൺ പാന്റ്, സ്ട്രെയിറ്റ് പാന്റ്, അങ്ങനെയുണ്ട്. എല്ലാ കളേഴ്സ് XL to 3XL. എടുക്കുമ്പോ എങ്ങനെ എടുക്കണം? ഇത് സിംഗിൾ പീസ് ആയാലും തരും. പക്ഷെ മറ്റേതൊക്കെ എടുക്കുമ്പോ ആ കൂട്ടത്തില് ഇത് മാത്രം, അല്ലാണ്ട് ഒരു പീസ് ആയിട്ട് ഒറ്റയ്ക്ക് വന്ന് ചോദിക്കാതിരിക്കോ. എല്ലാ വീഡിയോയിലും ഞാൻ എടുത്ത് പറയണേ. ചിലവര് ഇത് സിംഗിൾ ആയിട്ട് കിട്ടുന്നുള്ള ഇത് മാത്രമായിട്ട് വന്നു. അങ്ങനെയല്ല, ടോപ്പ് 4 ഒരു സെറ്റ് എടുക്കുമല്ലോ, അതിന്റെ കൂടെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. സിംഗിൾ ആയിട്ട് കളർ ഇപ്പൊ ഒരു 5 പീസ് വേണം, അതിപ്പോ 5 കളറായിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. സൈസസ് എങ്ങനെ? സൈസ് ഇഷ്ടമുള്ള സൈസ്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന പാന്റ് ഇവിടുത്തെ തന്നെയാണ് കേട്ടോ. മറ്റേ ഒരു സ്ട്രൈറ്റ് പാന്റ് ചിക്കു ഷെയ്ഡ്. ഇതിന്റെ കുറെ കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇട്ടിരിക്കുന്ന ടോപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനിയിപ്പോ നമുക്ക് ഈ കാണുന്ന ഏരിയ മാത്രമല്ല, ഈ കാണുന്ന ഏരിയ കൂടാണ്ട് നമുക്ക് വിശാലമായ ഷോറൂം. ഇതെന്താ കാറിന്റെ ഷോറൂം? അടിപൊളി ഐറ്റംസ് ഒക്കെ വന്നല്ലേ. നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഇത് മസ്ലിനില് ഫ്രോക്ക് മോഡല് കണ്ട, വർക്കടക്കം അതിന്റെ 2 ഷെയ്ഡാണ്. ഇത് പുൾട്ട വരും, വേണ്ട തിരിച്ചും മറിച്ചും അങ്ങനെ ചെയ്തിരിക്കണം അല്ലേ. ഇത് ഇങ്ങോട്ട് കയറ്റി അപ്പൊ ഇതിന്റെ ഉൾട്ട അപ്പൊ 4 ശരിക്കും വരുന്നുണ്ട്. ഇതിങ്ങനെ പ്രിന്റ് ഇവിടെ വന്നിട്ട് ഇത് ഇങ്ങോട്ട് വരും. അതുപോലെ ഇതിന്റെ പിങ്ക് ഷെയ്ഡും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ 4 മസ്ലിനിൽ വന്നി. ഇത് വരുമ്പോ റയോൺ, ഇതില് 4 ഷെയ്ഡ് വരും. കണ്ടോ, ഫ്രോക്ക് മോഡല്. നെക്ക് പോർഷൻ ഹാൻഡ് വർക്കിൽ വന്നാണ്. കണ്ട, ഫ്ലെയർ നല്ല ഫ്ലെയർ ആണ് താഴെ. കണ്ട, അടിപൊളി ഫ്ലെയർ. ഇതിന്റെ 4 ഷെയ്ഡ് ഈ കാണുന്നത് റെഡ്, ബ്ലൂ, റെഡ്, ഗ്രീൻ, പിന്നെ ഒരു ഷെയ്ഡും കൂടി ഉണ്ടല്ലോ, അതങ്ങോട്ട് പോയി. അത് വെച്ചിട്ട് എല്ലാ ഷെയ്ഡും അവിടെ തന്നെ ഉണ്ട്. സത്യക്ക് പോയില്ല, ഒരു സത്യക്ക് ഓടാനും ഇല്ല. പിന്നെ അത് റയോൺ തന്നെ ഹാൻഡ് വർക്കിൽ തന്നെ. കണ്ട, ഷെയ്ഡുകൾ നോക്ക്, ഫോയിൽ പ്രിന്റിലാണ് വന്നത്. ഇതിന്റെ ഷെയ്ഡുകളാണ് ഇത് 4 ഷെയ്ഡ്. ഇത് ഒരു പിങ്ക്, ഗ്രീൻ, ബ്ലാക്ക്, ആ ഒരു ഷെയ്ഡുകളാണ് കേട്ടോ ഈ ഫുൾ ഷെയ്ഡുകൾ കാണുന്നത്. പിന്നെ ഈ കാണുന്നത് എന്താ? ഇത് ജോർജറ്റ് തന്നെ ഹാൻഡ് വർക്ക്. നല്ല രസമുണ്ട് ഇരിക്കണ കണ്ട് പോയി. നല്ല ഒരു ഭംഗി, നിൽക്കുമ്പോഴല്ലേ ഇടുമ്പോ നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതും അതിന്റെ തന്നെ എല്ലാത്തിലും 4 ഷെയ്ഡ് ഉണ്ട്. ഞാനിപ്പോ ഒരു ഷെയ്ഡേ കാണിക്കുന്നുള്ളൂ. ഒരു പാറ്റേൺ കാണിക്കുമ്പോ ഇത് താഴെ ഫ്രില്ല് വന്നത്, അതിന്റെ താഴെ ഫ്രില്ലില്ല. ഒന്നുകൂടി ചെറുപ്പാവാൻ നോക്കണല്ലേ. ചെറുപ്പാണ്. ഇനി എവിടെന്ന് ചെറുപ്പാക്കണം? 18 വയസ്സുകാരൻ ഇനി 15 ആക്കണം. അത് എല്ലാത്തിനും 4 ഷെയ്ഡ് വരും കേട്ടാ. ഇപ്പൊ നമ്മൾ 2 പാറ്റേൺ കാണിച്ചു ജോർജറ്റ് സൈഡ് ഇരിക്കണത് കേട്ടോ. ഫുൾ 4 ഷെയ്ഡ് ഇപ്പൊ കാണിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും 4 ഷെയ്ഡ്. പിന്നെ ഇത് രംഗോളി സിൽക്കില് ഷെൽമി കഴിഞ്ഞ വീഡിയോയിൽ ഹിറ്റായ ഐറ്റമാണ്. റിപ്പീറ്റ് പിന്നെയും കസ്റ്റമർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ മിറർ വർക്കില് എ ലൈനില് ഇത് ഒറിജിനൽ മിറർ ആണല്ലോ. അതെ, ഇതിന്റെ കളർ ചേഞ്ചസ് ഉണ്ട്. ഇതിന്റെ പിന്നെ ഹാൻഡ് വർക്ക് വ്യത്യാസമുണ്ട്. ഇതെല്ലാം ഇതിന്റെ കളേഴ്സ് ആണ്. ഇത് കാണുന്നത് ഫുൾ രംഗോളിയാണ്. ഇതെല്ലാം എ ലൈനിൽ വന്നത്. പിന്നെ പാച്ച് ഇതെല്ലാം എ ലൈൻ ആണ്. ഇതിന്റെ സ്ലിറ്റ് ഉണ്ട്, അത് നമുക്ക് കാണിക്കാം. ഇതെല്ലാം മേലയിലാണ് പാച്ച്. അപ്പൊ നേരത്തെ നമ്മള് വിചിത്രയില് ഇതുപോലെ വർക്ക് കണ്ടു, അതുപോലെ തന്നെ ഇപ്പൊ റംഗോളിയിലും പാറ്റേണില്. അതെ അതെ, ഇത് കണ്ട, ഇത് വേറെ വർക്ക് വീനെക്കില്. ഈ ഒരു വർക്കാണ് ഷെൽമി കാണിച്ചത്. പക്ഷെ അത് നല്ല മൂവിങ് ഉണ്ടാണ്. മെഹന്തി കളർ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. നല്ല ഉടുക്കാനും നല്ല സുഖമാണ്, നല്ല കംഫർട്ട്. ഇപ്പോഴും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് മെഹന്തി ഷെയ്ഡില്. നല്ല അടിപൊളിയായിട്ടാണ്. കസ്റ്റമർ നന്നായിട്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നല്ല മെറ്റീരിയൽ കേട്ടോ. അത് യൂസ് ചെയ്യുമ്പോ തന്നെ നമുക്കൊരു ഇതിന്റെ കളേഴ്സുകളാണ് ഇതെല്ലാം. ഇത്രയും വർക്കുകൾ ഈ കളറാന്ന് തോന്നുന്നില്ല. അല്ലല്ല, ഇത് വർക്ക് ഡിഫറെന്റ് ഉണ്ട്. കളർ തന്നെ. ഈ കളറില് ഞാൻ ആ വർക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില്. ഇതൊരു ഡിഫറെന്റ് വർക്ക്. പിന്നെ അടുത്ത
വർക്കുകൾ ഇഷ്ടം പോലെ പിന്നെ ഇത് ജോർജറ്റ് താഴെ വരും, പാച്ച് വന്നത് മസ്ലിനില് കണ്ട, സ്ലീവിലും വർക്ക്, സ്ലീവിലും വർക്ക് അങ്ങനെ തന്നെ പോകും. ഇതിന്റെ കളേഴ്സ് ആണ് ഇത്. കളേഴ്സ് എന്ന് പറഞ്ഞാല് പ്രിന്റ് 4 പ്രിന്റ് 2 കളർ വെച്ച് വരും. അങ്ങനെ മുകളിലത്തെ പ്രിന്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നേ. ഇതില് 2 കളർ കണ്ട, മെറൂണും ബ്ലൂ, പിന്നെ അടിയില് പ്ലെയിൻ. ഇത് കണ്ട, ഇതില് ഇങ്ങനെ കളേഴ്സ് കണ്ട, കളേഴ്സ് 2 കളർ. ഇത് കണ്ട, ഇത് വലിയ പ്രിന്റ്. ഇനി കുറച്ച് വലിയ പ്രിന്റ് വേണ്ടവർക്ക് വലിയ പ്രിന്റ്, വലിയത് വേണം, ചെറുത് വേണം, പ്രിന്റുകൾ ഇഷ്ടം പോലെ കണ്ട, 2 ഷെയ്ഡ് വരും അങ്ങനെ. പിന്നെ ഇതൊരു വെറൈറ്റി ആണ്. ഇതിപ്പോ മെലോൺ മെറ്റീരിയൽ കണ്ടില്ലേ നമ്മ, ആ ഒരു വേറൊരു ഇത് ഒരു പോപ്കോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല ഇതാണ്. ഹാൻഡ് വർക്കും ഒക്കെ, ഹാൻഡ് വർക്ക് നല്ല അടിപൊളിയായിട്ട് 6 കളർ വരുന്നുണ്ട് ഇതില്. അതിൽ ഹാൻഡ് വർക്കും മിറർ വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിന്റെ ഫുൾ കളർ ചാർട്ട് വരുന്നത് കേട്ടോ. ഒരു 6 കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഈ കാണുന്നത് ഫുൾ 6 ചാർട്ടുകൾ. അപ്പോൾ ഇതൊരു ഷെയ്ഡായി, ഒരു ഡിഫറെന്റ് ഒരു പോപ്കോൺ മെറ്റീരിയലില്. ഇനി ഇതെന്താ ഫുൾ കളർഫുൾ ആയിട്ടിരിക്കുന്നത്? അത് നമുക്ക് ജോർജറ്റിലൊരു ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ്. മഞ്ഞ, ചുവപ്പ്, പിങ്ക് ആ കളറൊക്കെ കാണാം. പഫ് സ്ലീവിൽ തന്നെയാണ് അതിന്റെ കളേഴ്സ് ഇട്ടത്. പിങ്ക് ഒക്കെ നല്ലതല്ലേ, വൈറ്റ് ബേസ്, അതില് കളേഴ്സ് ഇങ്ങനെ ഗ്രീൻ, യെല്ലോ, പീച്ച് കണ്ട. പീച്ച് നല്ലതാട്ടോ. അതൊന്നും എടുത്ത് നല്ല കളർ ഷെയ്ഡല്ലേ. ഒക്കെ ഏത് കളർ വേണമെങ്കിലും എടുക്കാം. 4 എടുക്കണം മാത്രമേ ഉള്ളൂ. ഹോൾസെയിൽ ആണ്. M2XL സൈസ് അത്രേ ഉള്ളൂ. അത് ഓർമ്മയില്. പോപ്കോണിൽ തന്നെ ഒരു സൈഡ് കെട്ട് വെറൈറ്റി ആണ്. വൈറ്റ് ബേസ് കണ്ട, 2 സൈഡും കെട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. ഷേപ്പ് ചെയ്യൊന്നും വേണ്ട. ഷേപ്പ് ഉള്ളവർക്ക് എന്ത് ഇങ്ങനെ ഒരു വരി വലിച്ചു കഴിഞ്ഞാൽ. സാധാരണ ഇലാസ്റ്റിക് മോഡലൊക്കെ നമ്മൾ വെസ്റ്റേൺ വെയറിൽ കണ്ടിട്ടില്ല. 4 ഷെയ്ഡ് ഈ കാണുന്നതാണോ അതിന്റെ ഫുൾ ഷെയ്ഡുകൾ, 4 ഷെയ്ഡ്. പിന്നെ നമ്മളുടെ ഒരു ആലിയയും കൂടി ഉണ്ട്. വേണ്ട, റയോൺ ഹാൻഡ് വർക്ക് നല്ല രസമുണ്ടല്ലോ വെച്ചിട്ട്. ഇല്ലേ, ഞാൻ എൽസത്ത് 18 ആവുമ്പോ എനിക്ക് 15 യെല്ലോ ഷെയ്ഡ് ഒക്കെ നല്ല സൂപ്പർ അല്ലേ. എനിക്ക് യെല്ലോ ആണ് ഭയങ്കര ഇഷ്ടം. അതൊന്ന് വെറുതെ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. ആലിയയിൽ തന്നെയാണല്ലേ. ഇപ്പോഴത്തെ ട്രെൻഡ് തന്നെ. നല്ല ഇപ്പൊ എത്ര ഒരു വർഷം 1.5 വർഷത്തിന് മേലെ. പക്ഷെ എന്നാലും ഇപ്പോഴും വെറൈറ്റി വന്നോണ്ടിരിക്കുന്നതാണ്. അതിൽ തന്നെ പ്രിന്റുകള്, തുണികൾ ഇങ്ങനെ മാറി മാറിയിട്ട് ആലിയയില് കട്ട്. അങ്ങനെ നമ്മളിപ്പോ ജോർജറ്റ് അവിടെ കണ്ടില്ലേ, അതിന്റെ തന്നെ പ്രിന്റുകൾ വ്യത്യാസവും പാറ്റേൺ വ്യത്യാസവും കണ്ട. വീനക്ക് ഇതെല്ലാം സെയിം പാറ്റേൺ ആണ്. പ്രിന്റുകൾ 4 ഷെയ്ഡ് വെച്ച് വരും. ഈ കാണുന്നത് ഇതെല്ലാം അത് തന്നെയാണ്. ലൈറ്റ് ഡാർക്ക് ചാട്ട് അങ്ങനെ വരും. ഇതെല്ലാം അത് തന്നെ. ഇത് വരുമ്പോ നമുക്ക് ഹാൻഡ് വർക്ക് ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ട്, ഒന്നും വർക്കൊന്നും ഇല്ലാത്തത്. ഈ ടീനേജിനൊക്കെ ഇടാൻ പറ്റിയ മോഡല് ഫ്രോക്ക് കട്ടിങ്ങിൽ. ഇതും വലിക്കുന്നത് തന്നെയാണോ? കെട്ടുണ്ട്. ഇത് വലിക്കുന്നതല്ല, കെട്ടതാണ്. 4 ഷെയ്ഡ് ഉണ്ട് ഇവിടെ അല്ലേ. ഇത് നന്നായിട്ടുണ്ട്. താഴെ ഇരിക്കണൊന്നും കാണിച്ചിട്ടില്ല. താഴെ ഇരിക്കണ എന്താന്നറിയോ, 2 പീസ് ആണ്. നമുക്ക് പോകുമ്പോ ഇത് പിന്നെ ഓർഗൻസ ഫ്രോക്ക് ഉണ്ട് കണ്ട. ഓർഗൻസല്ലേ. വർക്കൊന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ട് ഇതെല്ലാം അതിന്റെ ആണ്. ഈ കാണുന്നത് മൊത്തം കേട്ടോ ഓർഗൻസില്. പിന്നെ കോട്ടൺ ആലിയ, ഇത് ഇപ്പോഴും ഉണ്ടല്ലോ ട്രെൻഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ആലിയയുടെ വെറൈറ്റികളുണ്ട്. കോട്ടൺ ചൂടൊന്നുമില്ല, ഇപ്പൊ ചൂട് കൂടി വരാൻ പോണെയാണ്. അപ്പൊ കോട്ടൺ ആലിയ. ഇപ്പൊ കാലാവസ്ഥ നമുക്ക് തന്നെ പിടികിട്ടുന്നില്ല. അതേമാതിരി കാലാവസ്ഥ എപ്പോഴാ മഴ എപ്പോഴാ വെയിലും അറിയുന്നില്ല. ഇതിന്റെ ബ്ലൂ, മെറൂൺ, ബ്ലാക്ക് 3 ഷെയ്ഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് വരുമ്പോ മസ്ലിനില് ഫ്രോക്ക് കണ്ട. മസ്ലിനില് നമ്മള് സ്ലിറ്റ് ഒക്കെയാണ് ഇത്ര നാൾ തയ്ച്ചത്. പക്ഷെ ഫ്രോക്ക് ആദ്യമായിട്ടാണ് കണ്ട. ഇതിന്റെ 2 കളർ ഷെയ്ഡ് 2 പ്രിന്റ് വരും. ആ ഒരു പ്രിന്റ് ഉണ്ട്, ഈ ഒരു. പക്ഷെ ഈ പ്രിന്റ് ഭംഗി കുറച്ച് അല്ലേ, കണ്ട നല്ല രസമായിട്ടില്ല. ഒരു ഇതിലും ആ കളർ ഉണ്ട്, ഈ കളർ ഉണ്ട് അല്ലേ. പക്ഷെ ആ കളറിനോട് ഒരു പ്രത്യേക അട്രാക്ഷൻ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അതെ, ഒരു കളറിനോടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടോ. ഇനി വെറൈറ്റികൾ ഇഷ്ടം പോലെ ഈ പ്രാവശ്യം ഒന്നുകൂടി കൂടുതലുണ്ട്. തുടങ്ങിയിട്ടുള്ളൂ നമ്മള്, തുടങ്ങിയിട്ടുള്ളോ. കിടക്കണുണ്ട് 4 ഷെയ്ഡ്. 4 ഷെയ്ഡ്, എല്ലാത്തിലും 4 ഷെയ്ഡ് വരും. ഇത് കോളർ വെച്ച ഒരു മോഡലാണ്. ഇതെല്ലാം ആ സെയിം പാറ്റേണിൽ വന്നതാണ്. മുകളിലത്തെ പ്രിന്റുകൾ വ്യത്യാസം കണ്ട. ചൈനീസ് കോളർ ആ ഒരു പാറ്റേൺ. അപ്പൊ പാറ്റേൺ വരുമ്പോ ഇങ്ങനെയായിരിക്കും കേട്ടോ, ചൈനീസ് കോളർ. ഇത് വരുന്നത് ഫീഡിങ് ആണ്.
ഇടുക്ക് മെറ്റർണിറ്റി ചോദിച്ചു വരുന്ന ആൾക്കാര് പിന്നെ ഇങ്ങനെ രണ്ട് വലിയ വലിച്ചാ മതി. ഇത് കൂടിയ ജോർജറ്റ് ആണ് മെറ്റീരിയല്. കൂടിയ ജോർജറ്റിൽ വന്നാണ്. ഇതിന്റെ 4 ഷെയ്ഡ് കണ്ട. ആ കളറൊക്കെ നല്ല രസമുണ്ട് അല്ലേ? ലാവൻഡർ അല്ലേ, ഗ്രീൻ ലാവൻഡർ ഒക്കെ നല്ല 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 ഷെയ്ഡുകളാണ്. ലാവൻഡർ ഉണ്ട്, നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്. ഇതിലൊക്കെ വൈറ്റ് ലെഗിൻസ് വെച്ച്, പക്ഷെ ടീനേജുകാർക്കായാലും ഈ കളർ പർപ്പിൾ ഇടാല. ആ അതും ഇവിടെ കിട്ടൂട്ടോ, അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് സംഭവം ഇതിന്റെ സിബ് എവിടെയാ? ഹിഡൻ സിബാണ് കേട്ടോ, ഇവിടെയാണ്. സാധാരണ ആദ്യമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു, ഇപ്പൊ പിന്നെ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പണ്ട് ഹിഡൻ സിബ് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കലായിരുന്നു പണി. ഇപ്പൊ 2 സൈഡ് സിബ് ഉണ്ട്. മെറ്റർണിറ്റി വെയർ ഇത് വരുമ്പോ 3 പീസ് ആണ് നെറ്റ് കോട്ടയില്. 3 പീസ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. ഇപ്പൊ പക്ഷെ ഉണ്ട്, കളക്ഷൻസ് കൂട്ടിയിട്ട്. ഞാൻ ഷോളാണ് ഇതിന്റെ ഹൈലൈറ്റ്സ് കണ്ട. അത്യാവശ്യം ഒരുപാട് ഹാൻഡ് വർക്ക് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ട ഷോൾ 1 സൈഡ് ഇട്ടിട്ട് കണ്ട ഇങ്ങനെ. അതിന്റെ കളർ ചാർട്ടാണ് ഇത്. ഏതില് ഡാർക്ക് ഡാർക്ക് ബോട്ടൽ ഗ്രീൻ, നേവി ബ്ലൂ, ബ്ലാക്ക്, വൈൻ ഷെയ്ഡ് പിങ്ക്, അങ്ങനെ ഒരു 4-5 ഷെയ്ഡ് അതിൽ തന്നെ അവൈലബിൾ ആണ്. ഇതെല്ലാം 3 പീസുകളാണ് കേട്ടോ. ഈ കാണുന്നത് ഫുള്ള് ഇഷ്ടമുള്ള പ്രിന്റ് ഏത് വേണമെങ്കിലും കോട്ടനിൽ വന്നതാണ്. ഇനി ഇവിടെ ഇപ്പൊ വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോ കോൾ ചെയ്യാ. ഇവിടെ കസ്റ്റമറെ നോക്കിയിട്ട് നേരത്തെ വിളിച്ച് ചോദിച്ചാൽ മതി വീഡിയോ കോൾ ചെയ്യണോന്ന്. അപ്പൊ ഞങ്ങള് സമയം കൊടുത്തിട്ട് കസ്റ്റമർ ചില സമയത്ത് ഇവിടെ തിരക്കുള്ള സമയത്താണെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പൊ ഞാൻ അങ്ങനെ തിരക്കില്ലാത്ത സമയം നോക്കിയിട്ട് ഞാൻ തന്നെ വീഡിയോ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഉണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പുതിയ ഐറ്റംസ് വന്നത് അപ്ലോഡ് ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും ചെയ്യും. അതിൽ പോസ്റ്റ് ഇടാറുണ്ട്. അങ്ങനെ നോക്കിയിട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ പിന്നെ ആ ഒരു കാര്യത്തിൽ ടെൻഷനേ വേണ്ട. ഇതൊക്കെ 3 പീസിന്റെ അല്ലേ? ഇതൊക്കെ കോട്ടണിലല്ലേ? ഇതൊക്കെ കോട്ടൺ, ഫുൾ കോട്ടൺ. ഇത് കോളറാണ്, അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ചൈനീസ് കോളർ. ഇതുണ്ട 3 പീസ് പാന്റ്. ഇത് പാന്റ് വിത്ത് പ്രിന്റഡ് പാന്റ്, അതുപോലെ മൽമൽ കോട്ടന്റെ ദുപ്പട്ട. കളർ അടിപൊളിയാണ് കേട്ടോ. ബേസ് വൈറ്റ് വരാണെങ്കിൽ അതില് 2 ഷെയ്ഡാണ് വരുന്നത്, ബ്ലൂവും അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡും വരുന്നുണ്ട്. പിന്നെ ഇത് ജോർജറ്റ് ആണ്. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ വർക്കാണ് ഇതിന്റെ വെറൈറ്റി. ഇത് ബ്രഷ് പെയിന്റ് ചെയ്തിട്ട് അതില് താർ വർക്ക് പോലെ. താർ വർക്ക് വർക്ക് നല്ല ഹെവി വർക്കാണ്, പോകില്ല. പെയിന്റ് ആണ്. നോക്കിയാ കണ്ട ഷോള് കണ്ട ജോർജറ്റിന്റെ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടക്കൂലേ? സൂപ്പർ ആയിട്ട് ഇങ്ങനെ വീണെടുക്കുന്ന ഒരു മെറ്റീരിയൽ ഫുൾ. അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോ ഈ ബ്രഷ് പെയിന്റ് ചെയ്തതാട്ടോ. അപ്പൊ ഇത് കഴുകിയാലും പോയില്ലാന്ന് പറയാം. അതിന്റെ കളേഴ്സ് ഉണ്ട്. മെഹന്തി കളറ്, മെഹന്തി ഉണ്ട്, മെറൂൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനെ ബ്ലൂ 4 ഷെയ്ഡ് വരും. ഇതെല്ലാം അത് തന്നെയാണ്. ഇത് മസ്ലിനിൽ തന്നെയാണ് 3 പീസ്. ദുപ്പട്ട വേണമെന്ന് വെച്ചാൽ ദുപ്പട്ട ഇടാം. ഇനിയിപ്പോ ഞാൻ ഇട്ടേലും കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇനിയിപ്പോ ദുപ്പട്ടയായിട്ട് വേണ്ടാന്ന് പറയുന്നവർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സിംഗിൾ കുർത്തീസ് ഇഷ്ടം പോലെ കുറച്ച് കാണിച്ചിട്ടോ. ഒരു സൈഡ് ആയിട്ടുള്ളൂ. ഇനി പഠിക്കാൻ എടുക്കുന്നുണ്ട്. ഇത് മസ്ലിനില് 3 പീസ്. ഇതെല്ലാം 3 പീസ്. ഇത് കോട്ടൺ, സോഫ്റ്റ് കോട്ടണിലൊക്കെ വന്നതാണ്. ഇതെല്ലാം കോട്ടണില് 3 പീസുകളാണ്. 3 പീസാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇത് ഈ സൈഡ് വരുമ്പോ ഇത് പിന്നെ കോട്ടണില് ലൈൻ ടോപ്സ് ഉണ്ട്. നമുക്ക് താഴെ തന്നെ കാണിച്ചു തുടങ്ങാം. ഇതണ്ട കോട്ടൺ ആണ് കോട്ടണില് പാച്ച്. അത് റൗണ്ട് വരുന്നുണ്ട്, ബോക്സ് വരുന്നുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ബോക്സ് എല്ലാ മോഡൽസും ഉണ്ട്. ഇതെല്ലാം ഇത് തന്നെയാണ്. സ്ഥലം ഇല്ലാത്തോണ്ടേ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നല്ല അടിപൊളി അനാർക്കലി സ്റ്റൈലില് കഥ പ്രിന്റ് അങ്ങനെ ആയിട്ട് വർക്ക് ഇട്ട ഒരു കോൺട്രാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പാനൽ കട്ട് എന്നൊക്കെ പറയാം. പാനൽ കട്ട് അല്ലെങ്കിൽ അനാർക്കലി സ്റ്റൈല് അതൊക്കെ വേണമെങ്കിൽ കളേഴ്സ് ഒക്കെ ഉണ്ട്. ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് എല്ലാത്തിലും. എന്തായാലും അടിപൊളി. ഇതും ആ ഒരു സെയിം ഇതില് തന്നെ, പക്ഷെ ഇതൊരു നല്ല ഉദിച്ച് നിൽക്കുന്ന കളറ്. കളേഴ്സ് ഉണ്ട് എല്ലാത്തിലും. 4-5 കളേഴ്സ് വരും. പിന്നെ ഇത് വന്നത് നമുക്ക് ബിഗ് സൈസിൽ വന്നതാണ്. ഇൻഡിക്കോ ബ്ലൂ. ബിഗ് സൈസ് എന്ന് പറയുമ്പോ എങ്ങനെയാ? 46, 48, 50, 3, 4, 5, 3XL, 4XL, 5XL, 5XL സൈസ് വരെ ഉണ്ട്. കണ്ട 4XL 48 എന്ന് പറയുമ്പോ 4XL. അപ്പൊ 4XL സൈസിന്റെ കുർത്തിട്ടോ 50 ഉണ്ട്. 50 അതെന്താ നമ്മൾ കാണിക്കാൻ സന്തോഷമല്ലേ? ഈ വണ്ണുള്ളവർക്ക് ടോപ്പ് കിട്ടാനുള്ള സങ്കടം മാറൂലേ? വണ്ണുള്ളവർക്ക് 50 സൈസ് വരെ കണ്ട.
ഞാൻ ചിരിച്ചത് വേറെ ഒന്നല്ല, ബാക്കിൽ ഒരു വണ്ണുള്ള ഒരാൾക്ക് ആവശ്യമുണ്ട് കുർത്തി. അപ്പൊ കണ്ട 50 സൈസ്, ഇത് 48 സൈസ് കേട്ടോ. അപ്പൊ 4XL 5XL ബിഗ് സൈസ് കുർത്തീസ്. ഇതെല്ലാം അതിന്റെയാണ്. നമ്മ സിൽക്കി 999 മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിന്റെ ബിഗ് സൈസ് ഉണ്ട്. ഇതേ കണ്ട. ഫസ്റ്റ് അവിടെ 999 റേറ്റ് അല്ല. അതെ അതെ, മെറ്റീരിയലിന്റെ പേരാണ് സിൽക്കി 999. ചിലര് അത് മാത്രം കേട്ടിട്ട് അവിടെ കേട്ടിട്ടുണ്ടാവില്ലേ, ഇതൊക്കെ അത് 999 പറഞ്ഞില്ലേ. ഹോൾസെയിൽ റേറ്റ് ഇത്ര ഒന്നും ഇല്ല, ഇത്രയല്ല, അതിന്റെ പകുതിക്ക് പകുതി. ഞാനൊരു കാര്യം വേണ്ട, കസ്റ്റമേഴ്സ് എല്ലാവരും ഇങ്ങോട്ട് വന്നോ, നിങ്ങൾക്ക് ന്യൂ ഇയർ ഒരു എന്താ കഴിഞ്ഞ പറയാലോ. ഞാൻ കസ്റ്റമറോട് ഇപ്പോഴല്ലേ സംസാരിക്കണത്. ഓ അങ്ങനെ, എനിക്ക് പറയാലോ. 2025 ആദ്യത്തെ വീഡിയോ ആണ് ഇവർ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. എന്താ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് എന്ന് പറയാം. നിങ്ങൾ ഷോപ്പിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി സർപ്രൈസ് ഞാൻ തരും. ഞാൻ ഗ്യാരണ്ടി. കഴിഞ്ഞ പ്രാവശ്യം 916 ഒരു ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കളേഴ്സ് ആണ് ഇതെല്ലാം നീ കാണുന്നത്. ബിഗ് സൈസിന്റെ ബിഗ് സൈസ് ഫുൾ കളേഴ്സ്. ഇത് നമുക്ക് അക്കോബയാണ് വന്നത്. അക്കോബ ഉണ്ടല്ലേ, പ്രിന്റഡ് അക്കോബ. കണ്ട, ഇതിന്റെ കളർ ചാർട്ട് വൈറ്റിലാണ് വന്നത്. വൈറ്റില് ബേസ് വൈറ്റ് വന്നിട്ട് അതില് ഇങ്ങനെ പ്രിന്റഡ് അക്കോബ. ഇതില് സൈസസ് വരുമ്പോ സെയിം നോർമൽ ഡബിൾ എക്സൽ സൈസസ് ആണ് വരുന്നത് കേട്ടോ. ഈ പ്ലസ് സൈസിന്റെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഉണ്ടെന്ന് ജസ്റ്റ് കുറച്ച് കാണിച്ചു മാത്രം. നേരിട്ട് വരാം, വീഡിയോ കോൾ ചെയ്യാം. ഇത് വേറെ പ്രിന്റ്. പക്ഷെ എനിക്ക് ഇത് ഇഷ്ടമായി കേട്ടോ. അത് നല്ല അടിപൊളി കളർ അല്ലേ. ഒരു ഓറഞ്ച് ഇതിൽ വരുമ്പോ ചെറിയൊരു സീക്വൻസും കൂടി വന്നിട്ടുണ്ട്. നല്ലൊരു ഓറഞ്ച് കണ്ട, ഓറഞ്ചില് ഇങ്ങനെ നല്ല രസമുണ്ട്. ഇത് സീക്വൻസ് വരുന്നുണ്ട്. വീനെക്കാണ്, വീനെക്ക് അല്ലാന്ന് തോന്നുന്നു. ഇത് രണ്ട് സിമ്പിളില്. ഇത് പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് 4 ഷെയ്ഡ്, എല്ലാത്തിലും 4 ഷെയ്ഡ് ഉണ്ട്. ഇതിലും ഇതേ കണ്ട, അതായത് കോളറ്. പിന്നെ ഇത് കണ്ട, ഇതിന്റെ 4 ഷെയ്ഡ്, ഇതില് 4 ഷെയ്ഡ്. ഇതൊക്കെ അക്കോബയുടെ തന്നെയാണ്. ഇത് കണ്ട, ഇത് അക്കോബയിൽ തന്നെ. അപ്പൊ ഇത് വൈറ്റ് ആയതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. അതെ അതെ അതെ, ഇത് കളർ ആയതുകൊണ്ട്. അതിപ്പോ നിങ്ങൾ പർച്ചേസ് ചെയ്താലും നിങ്ങളുടെ ഷോപ്പിൽ വെക്കുമ്പോഴും അത് ഇങ്ങനെ തന്നെ കവർ ചെയ്ത് വെച്ചാൽ വൈറ്റ് ആയതുകൊണ്ടാണ്. നമ്മളെപ്പോഴും കവർ ഇട്ട് തന്നെ വെക്കണതായിരിക്കും നല്ലത്. ഓക്കെ. പിന്നെ ഇത് പ്ലെയിൻ ടോപ്പുകൾ ചോദിക്കുന്നവർക്ക് കോളർ ഉണ്ട്, കോളർ ഇല്ലാത്തണ്ട്. ഇത് കണ്ട, ഇത് സിൽക്കി 999 തന്നെയാണ് പ്ലെയിനില് മെറ്റീരിയൽ. സിൽക്കി 999 മെറ്റീരിയല് പ്ലെയിനില് ചൈനീസ് കോളർ നെക്ക് ആണ് കേട്ടോ. ഇത് കോട്ടൺ ഉണ്ട്. ഇത് കണ്ട, ഇത് കോട്ടൺ, ഇത് മെറ്റീരിയൽ വേറെ. ഇത് വേറെ മെറ്റീരിയൽ, ഇത് വേറെ മെറ്റീരിയൽ അല്ലേ. ഇതൊരു സിൽക്കി 999 എന്ന് പറഞ്ഞാൽ ചെറിയൊരു തിളക്കം ഉണ്ടാവും. അതെ അതെ, ഇത് കോളർ ഇല്ലാത്തത് കോട്ടൺ പ്ലെയിനിൽ തന്നെ. പ്ലെയിനിൽ തന്നെ വേണ്ട. അപ്പൊ ഈ നെക്ക് വേണമെങ്കിൽ ഈ നെക്ക് എടുക്കാം, അതുപോലെ റൗണ്ട് നെക്ക് വേണമെങ്കിൽ റൗണ്ട് നെക്ക് എടുക്കാം. അപ്പൊ നെക്കുകളും വ്യത്യാസമായിട്ട് പ്ലെയിനിൽ കിട്ടും. ലൈറ്റ് ആയിട്ടുണ്ട്. നീറ്റ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് കസ്റ്റമർ, ബട്ടൺ ഒന്നും ഇല്ലാണ്ട്. കണ്ട, ഇത് അതിന് വേണ്ടി കോളേജ് യൂണിഫോമിനൊക്കെ എക്സാം ഒക്കെ എഴുതാനായിട്ട് ഈ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്യുന്ന സംശയം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ബട്ടൺസ് ഒന്നും ഇല്ലാണ്ട് അതിന് വേണ്ടിയുള്ള ടോപ്പുകളാണ്. അങ്ങനെ ഒന്നും വേണ്ട, ബട്ടൺസ് ഇതൊന്നും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് എന്തിനു വേണമെങ്കിലും ടോപ്പ് തരും ഞങ്ങൾ. ഫംഗ്ഷന് പോണോ, നീറ്റ് എക്സാമിന് പോണോ, അതെ അതെ, എന്തിനും. ഇത് നമ്മൾ നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്, ഇപ്പോഴും ഉണ്ടത്. ഇതെന്താന്ന് വെച്ചാൽ നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റമാണ്. ഇതിന്റെ പ്രിന്റുകൾ മാത്രമേ വ്യത്യാസം വന്നുള്ളൂ. കണ്ട, സ്വീക്വൻസ് അക്കോബ തന്നെയാണ് ഇത്. കണ്ട, നല്ല അതിലും സീക്വൻസ് വരുന്നുണ്ടല്ലേ, ട്രാൻസ്പെറന്റ് സീക്വൻസ് വർക്കും കൂടി. അത് ചെറുതായിട്ട് ഇങ്ങനെ തിളക്കണ്ട, അങ്ങനെ പെട്ടെന്ന്. ഇതിന്റെ 2 ഡിസൈൻ ഇപ്പൊ തന്നെ ഉണ്ട് ഓൾറെഡി. കണ്ട, നല്ല മൂവിങ് ഉള്ള ഐറ്റമാണ്. എപ്പോഴും റെഗുലർ യൂസ് കസ്റ്റമേഴ്സ് എടുക്കുന്ന ഐറ്റമാണ് ഈ ഒരു അക്കോബയില്. അല്ല, ചിക്കൻ കറിയിൽ ഇങ്ങനെ സീക്വൻസ് വർക്ക് വരുന്നത് കേട്ടോ. പിന്നെ കോട്ടന്റെ ഇപ്പൊ അടിയിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഫുൾ, ഇതൊക്കെ കോട്ടൺ തന്നെയാണ്. ഇതൊക്കെ നോക്കിയേ, ഇത് വിചിത്രയില് കണ്ട ഒരു ഡിസൈൻ. ഇതിന്റെ സാരി ഒക്കെ ഭയങ്കര ഹിറ്റാണ്. ടോപ്പും ഭയങ്കര ഹിറ്റാണ്. ഇപ്പൊ ഹിറ്റാക്കി നമ്മൾ. അതെ അതെ, ടോപ്പ് നമ്മൾ ഹിറ്റാക്കി. അതെ, ഒരു ദിവസം ഞങ്ങൾ 1000 പീസ് ഒരു ദിവസം വിറ്റതാണിത്. ഈ ഒരു അതെ, അത്ര 1 മണിക്കൂർ കൊണ്ട് വിറ്റതാണ് ഞങ്ങള്. അപ്പുറത്ത് കൗണ്ട് ചെയ്ത് വെച്ച് ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് ചെന്നപ്പോഴത്തേക്ക് ഐറ്റമില്ല, തീർന്നു. 1 മണിക്കൂർ കൊണ്ട് 1000 പീസ് വിറ്റ് തീർക്കുന്നു. അത്രേ ഹൈലൈറ്റ്സ് ആണ്. കളേഴ്സും ഉണ്ട്, ഇതുണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതിപ്പോ കുറച്ച് ഇത് വന്നാ പെട്ടെന്ന് തീരും. ഇത് കണ്ട, അത്രയും സ്റ്റോക്ക് കേറുന്നുണ്ട് അല്ലേ. പിന്നെ കളേഴ്സും ഒക്കെ ലാവൻഡർ ഷെയ്ഡൊക്കെ ചില കസ്റ്റമേഴ്സ് ലാവൻഡർ ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഓടി വരും.
ഇത് ലെവൻഡർ, പിങ്ക്, മെറൂൺ. പിങ്ക് കയ്യിലിരിക്കുന്നു, പിന്നെ മെറൂൺ ഉണ്ട്, അങ്ങനെ ഗ്രേ ഷെയ്ഡ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇനി അടുത്തേക്ക് മസ്ലിന്റെ ഞാൻ പറഞ്ഞില്ലേ സ്ലിറ്റഡ് ഉണ്ടെന്ന്. ഇതേണ്ട സ്ലിറ്റഡില് ചൈനീസ് കോളർ. ഇതിന്റെ 2 ഷെയ്ഡ് ഇതേ ബ്ലൂ ബ്ലാക്ക്, പിന്നെ വേറെ പ്രിന്റ് ഉണ്ട് ഇതേ. ഇത് വേണ്ട പ്രിന്റുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പൊ ഇത് 1 മാസം കഴിഞ്ഞ് ചോദിച്ചാലൊന്നും കിട്ടില്ല, ഒരാഴ്ച അപ്പോഴത്തേക്ക് വേറെ പ്രിന്റുകൾ വരും. അപ്പൊ ഇതന്നെ കിട്ടണം, 2 ഷെയ്ഡ്. അതെ, അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക്. ഞാൻ വിളിക്കുന്നവരൊക്കെ ഗ്രൂപ്പിൽ ആഡ് ആക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ ഒരു 10 ഗ്രൂപ്പോളം ആയിട്ടുണ്ട്. എന്ത് ഒരു ഗ്രൂപ്പ് ഫുള്ളായി, രണ്ടാമത്തെ 10 ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ എത്ര ആളാണ്? 300 സംതിങ് ആള്. അപ്പൊ പോരെ, ഞാൻ ഒന്നും പറയണ്ടല്ലോ. ബാക്കിയുള്ളവർ ഇവിടെ കസ്റ്റമേഴ്സ് ആണ്. ഇവിടെ വരാൻ പറ്റാത്തവരാണ് കൂടുതലും ഫോട്ടോസ് നോക്കിയിട്ട് ഓർഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്, ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാന്ന് പറഞ്ഞില്ല ഇത്ര നേരം? SPM ഫാഷൻ. അതെവിടെയാ? എറണാകുളം. അത് പറഞ്ഞു. ഗോപാലപ്രഭു റോഡ്, മേനകയിലും വരാം, MG റോഡ് വഴിയും വരാം, 2 വഴിയും വരാം. അപ്പൊ MG റോഡ് വഴിക്ക് വരുന്നവരാണെങ്കിൽ ഇവര് ട്രെയിൻ ഇറങ്ങിയിട്ട് ആ ഭാഗത്ത് എളുപ്പം കുറച്ചുകൂടി വരാനായിട്ട്. അപ്പൊ MG റോഡ് വഴിക്ക് കയറാനായിട്ട് കുറച്ചുകൂടി എളുപ്പം. ഇനി ബസ് വഴിക്കാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മേനക ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഗോപാലപ്രഭു റോഡിലേക്കാണ് കയറേണ്ടത്. മലബാർ ഹൗസ് ഹോട്ടലിൽ ചോദിച്ചാൽ മതി, എല്ലാവർക്കും അറിയാം. ഇനി അത് കൂടാണ്ട് ഇനിയിപ്പോ സ്വന്തമായിട്ടുള്ള വണ്ടി കൊണ്ടുവരാണെങ്കിൽ പാർക്കിംഗ് എവിടെയെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് വന്നോളൂ. ഇത് മാർക്കറ്റ് ആണ്, കൂടുതൽ സൗകര്യം മേനകയിൽ പാർക്ക് ചെയ്യാനായിരിക്കും. അവിടെ പെയ്ഡ് പാർക്കിംഗ് ആയിരിക്കും. അപ്പൊ അവിടെ പെയ്ഡ് പാർക്കിംഗ് ചെയ്തതിന് ശേഷം അവിടുന്ന് നടന്നു വരാം. നടക്കാൻ പറ്റാത്ത ഒരു ഓട്ടോയിൽ വന്നാലും മതി. അത്രയും ദൂരം ഗോപാലപ്രഭു റോഡില്. നമ്മള് ഈ ബിൽഡിങ്ങിന്റെ പേരെന്താ? DD ബസാർ. DD ബസാർ ബിൽഡിങ്ങിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ SPM ഫാഷൻ. അവിടെ എൽസവത്തിനെ കാണാം. എത്ര മണിക്ക് എൽസവത്തിൽ പോവാ? ഞാൻ 7 o'clock വരാം. പക്ഷെ ആ നേരം പൂട്ടണ നേരത്തേക്ക് ഓടി വരായിരിക്കട്ടെ. നേരത്തോടെ വന്നോളൂ. കളക്ഷൻ അടുത്ത കാണിക്കാം. കോട്ടന്റെ ആണ് ഇനി സിമ്പിൾ കോട്ടണിലോ തന്നെ വെറൈറ്റീസ്. ഡെയിലി വെയർ കണ്ട. ഡെയിലി കോളർ. ഇതില് കോളർ നെക്കില് അതിൽ കാണുന്നത് ഫുൾ അതിന്റെ പല പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇതില് 3 ഷെയ്ഡ് കണ്ട. 3 ഷെയ്ഡ് തന്നെയല്ല, ഇത് കാണുന്നത് മൊത്തം കോട്ടന്റെ പല പ്രിന്റുകൾ വേണോ, പ്രിന്റുകൾ വേണോ, വീവിംഗില് വേണോ, ഇൻഡിക്കോ ബ്ലൂ ഒക്കെ നല്ല അതൊക്കെ എപ്പോഴും ട്രെൻഡ് ആയിട്ടുള്ള കളർ. ഈ കളർ എന്ന് പറയുമ്പോ ഈ എപ്പോഴും ട്രെൻഡ് ആണ്. ഇതൊക്കെ കാണിക്കുന്ന ഫുൾ കോട്ടനില് ഉള്ള പല പ്രിന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമ്മള് ഇത് കണ്ടില്ലേ, ഈ ചിക്കൻ കാരിയുടെ ഇപ്പൊ ഇതിനൊക്കെ നമ്മൾ കാണിച്ചു. പക്ഷേ ഇതിന്റെ ബിഗ് സൈസ് ആണിത്. മനസ്സിലായോ? പ്ലസ് സൈസ് ചിക്കൻ കാരി 46, 48, 50 വന്നതാണ് ഇത്. ഇതിന്റെ കളേഴ്സ് നല്ല അടിപൊളി. ബ്ലാക്ക്, ഇതിലും സെയിം നേരത്തെ കാണിച്ചാൽ തന്നെ അത്രയും കളേഴ്സ് ക്രീം ഷെയ്ഡ് ഒക്കെ ഓക്കെ. ഇതിന്റെ പിന്നെ ഒരു വെറൈറ്റി എന്താന്ന് വെച്ചാല് ലൈനിലും ഉണ്ട്. ഇത് ലൈനിലും ഉണ്ട്, സ്ലിറ്റും ഉണ്ട്. രണ്ടിലും പ്ലസ് സൈസുകാർക്ക് കിട്ടും. പ്ലസ് സൈസുകാർക്ക് കിട്ടും. ബിഗ് സൈസുകാർക്ക് അതെ 50 വരെ സൈസ് കിട്ടൂലേ. ഇത് പിന്നെ ഇതൊക്കെ സിമ്പിൾ കോട്ടൺ. ഇതിപ്പോ നമ്മൾ കാണിച്ചു കലങ്കാരി പ്രിന്റ്. കലംകാരിയില് ഫുൾ ഇത്രയും കളക്ഷൻസ് ഒക്കെ കോട്ടണില് അല്ലേ? അതായത് ഇവിടെ ഓപ്പൺ ചെയ്ത് അവര് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ കസ്റ്റമർ എടുത്തായിരുന്നു നോക്കാൻ വേണ്ടിട്ട്. കണ്ട കലംകാരിയില് അതില് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അല്ലേ? വിത്ത് ഹാൻഡ് വർക്ക് ആണ്. ഇതിങ്ങനെ തുറക്കല്ലേ? വിത്ത് ലൈനിങ് ആണിത്. അതും പക്ക കോട്ടന്റെ ക്രേപ്പൊക്കെ അല്ല വെക്കാറ്. ഇത് പക്ക കോട്ടന്റെ ആണ്. കോട്ടന്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഇതാണ് പ്രിന്റുകൾ വ്യത്യാസം. പ്രിന്റ് ഇത്രയും കളർ ചാർട്ട്, നല്ല അടിപൊളി കളർ ചാർട്ടുകൾ. ഇതെല്ലാം കോട്ടൺ വിത്ത് ഹാൻഡ് വർക്ക്. ഇതും അത് ലൈറ്റ് ഇതില് വരുന്നത് അല്ലേ? ഇതൊക്കെ കോട്ടണിലാണ്. ഇത് ഹാൻഡ് വർക്ക്. മറ്റേത് പ്ലെയിനിലായിരുന്നു. പ്ലസ് സൈസുകാർക്ക് ഇത് ചെറുത് M2XXL. പക്ഷെ നല്ല വലിപ്പമുണ്ടല്ലോ. ചെറിയ സൈസ് ആയാലും നമ്മളിപ്പോ ലാർജ് എടുക്കണ ആളായാലും മീഡിയം എടുത്താലും കറക്റ്റ് ആവും സൈസ്. നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യണായിട്ടാണല്ലോ. അപ്പൊ ഓൾട്ടർ ചെയ്തിട്ട് അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറയാം. ഇതെല്ലാം ഇതിന്റെ തന്നെ ഹാൻഡ് വർക്കിൽ തന്നെ ഈ കാണുന്നത് ഫുൾ അല്ലേ? ഇത് നമുക്ക് ഞാൻ പറയാലോ മറ്റേ ഒരു ബാന്തിനി പ്രിന്റ് ഒക്കെ പോലത്തെ കണ്ട. ബാന്തിനിയില് ഹാൻഡ് വർക്ക് കണ്ട, സ്ലിറ്റ് ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വിചിത്രയുടെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ട്രെൻഡാണ് ഇത്. ഇതും നന്നായി മൂവിങ് അല്ലെ? ഈ ഒരു പാച്ച് വർക്ക് കണ്ട. ഈ വിചിത്രയിലും കിട്ടും, റംഗോളിയിലും കിട്ടും, സെയിം വർക്കില് രംഗോളി. ബോക്സ് പാറ്റേണിലുണ്ട്, അതുപോലെ യു പാറ്റേണിലും വരുന്നുണ്ട്. ബോക്സ് പാറ്റേണിലാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത് സെയിൽ ആവുന്നത് കസ്റ്റമർ അല്ലേ?
ആ എന്നാ ചെല്ല്. എൽസത്തിന്റെ കൈ വെക്കാണ്ട് പറ്റില്ല. കസ്റ്റമേഴ്സ് പോയതിന്റെ ഫൈനലിൽ ടച്ചപ്പ് കൊടുക്കണം, പുട്ടിയിട്ടിട്ട് ഇങ്ങനെ ടച്ചപ്പ് കൊടുക്കണം. അതിന് എൽസബത്ത് തന്നെ വേണം. ഇനി നമ്മൾ ഇതിലാണ് പറഞ്ഞു നിർത്തിയത്. ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിന്റെ കളേഴ്സ് ഒന്ന് കാണിച്ചു. അതെ, കളേഴ്സ് ഉണ്ട്, അടിപൊളി കളേഴ്സ് ആണല്ലോ. 6 കളർ ഉണ്ട്. അതിന്റെ പാച്ച് വ്യത്യാസം ഉണ്ട് കേട്ടാ, അതും കൂടി ഒന്ന് കാണിച്ചേക്ക്. ഇതൊരു പാച്ച് കണ്ട, ഇത് വരുമ്പോ വേറെ പാച്ചാണ് കണ്ട. പാച്ചുകൾ വ്യത്യാസമുണ്ട്. സെയിം കളർ ചാർട്ട് തന്നെ പാച്ചുകൾ വ്യത്യാസം കണ്ട. ഓ അങ്ങനെ മാറ്റം ഉണ്ടെന്നില്ല. ഇത് ഗോൾഡ് കൂടുതൽ, ഇതൊരു ആന്റിക്കില് അങ്ങനെ വ്യത്യാസങ്ങൾ. പിന്നെ ഇവിടെ നമ്മൾ 2 പീസ് കാണിച്ചില്ലായിരുന്നു കണ്ട. കോട്ടണില് 2 പീസിന്റെ വെറൈറ്റീസ് ആണ് ഇതൊക്കെ. നമ്മൾ നേരത്തെ 3 പീസിനെ കാണിച്ച പോലെ തന്നെ. അതെ 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 കണ്ട. ഇപ്പൊ ഷോള് ചിലർക്ക് ഷോള് വേണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ വിത്ത് ലൈനിങ് ആണ്. വിത്ത് ലൈനിങ് ആണ്. ഇത് കണ്ട, ഇതിന്റെ പാന്റ് കളേഴ്സ് കണ്ട. കളേഴ്സ് ഇതൊക്കെയാണ് കളേഴ്സുകൾ കണ്ട. യെല്ലോ, ആഷ്, 4 കളർ ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് ഇതൊക്കെ അത് തന്നെയാണ്. നോക്കിക്ക് ഇങ്ങോട്ട് കാണിച്ചു. ഇതൊക്കെ 2 പീസ് തന്നെയാണ്. ഇത് കണ്ട, ഇത് ഇപ്പുറത്ത് അല്ലേ. ഇത് ഫുൾ 2 പീസിന്റെ കളക്ഷൻ. ഇത് കണ്ട, കോട്ടൺ ആണ്. കോട്ടണില് 2 പീസ് കണ്ട. പാന്റ് ഇതിന്റെ കളർ ചാർട്ടുകൾ ഇത് ഫുള്ള് ഇങ്ങനെ കോട്ടണിൽ ഇങ്ങനെ 2 പീസിന്റെ ഇതൊക്കെ ഇരിക്കുന്നത് മൊത്തം 2 പീസിന്റെ കളക്ഷൻ. അതിനകത്ത് കുറച്ച് ടോപ്പ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് പോരും. ഇങ്ങോട്ട് ഇതൊക്കെ അവിടെ 2 പീസ് കഴിഞ്ഞു. പിന്നെ ഈ കാണുന്നത് മൊത്തം ടോപ്പുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്ത് വരുമ്പോ ഇത് 2 പീസ് മസ്ലിൻ വീനെക്ക്, കോളറിൽ വീനെക്ക് കണ്ട. 2 പീസ് 2 പീസ് മസ്ലിൻ്റെ വിത്ത് ലൈനിങ്. അതിന്റെ 2 ഷെയ്ഡ് വരും. നല്ല ഷെയ്ഡാട്ടോ. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായി. ഗ്രേയും നല്ലതാ, നല്ല അടിപൊളി. കസ്റ്റമേഴ്സ് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാലാണ് ഇതിന്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യുന്ന ഫോയിൽ പ്രിന്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. പാന്റിലില്ല, ടോപ്പില് ഫോയിൽ പ്രിന്റ്. പാന്റിലില്ല. ഇത് ഫുൾ 2 പീസിന്റെ കളക്ഷൻ. 2 പീസ്. പിന്നെ ഇതൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് പിന്നെ വന്നോണ്ടിരിക്കും. പിന്നെ ഇത് കൂടാണ്ട് കുറെ ടോപ്പിന്റെ കളക്ഷൻസ് ഉണ്ട്. നമ്മള് എന്താ പറയാ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. ഇനിയും കാണിക്കാൻ കുറെ ഉണ്ട്. ഈ സൈഡ് ഒക്കെ താഴേക്ക് ഇരിക്കണതെല്ലാം ടോപ്പുകളാണ്. പക്ഷെ ഇത് ഫുൾ ഇനിയിപ്പോ കാണിക്കുന്നില്ല. ഫുൾ നിങ്ങൾക്ക് വീഡിയോ കോൾ ത്രൂ ആയിട്ട് കാണാം. ഇനിയിപ്പോ ഒരു കാര്യം കാണിക്കാൻ മറന്നു, അതും കൂടി കാണിച്ചേക്കാതെ. ഫീഡിങ് ആര് വിഷമിക്കണ്ട കേട്ടോ. അതെ, ഒരു ഫീഡിങ്. ഇത് കോട്ടണില്ലേ, ഒന്നുമില്ല വർക്കൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിട്ട്. അതും ഡബിൾ XL സൈസ്. അതെ, വലിയ സൈസും അവൈലബിൾ ആണ്. 3XL വരെ വരും. 5XL സൈസ് ഉണ്ടാ? ഇതിന്റെ ഇല്ല, 3XL വരെ വരും. പ്രസവം കഴിഞ്ഞ ആൾക്കാര് തടി കൂടുമ്പോഴാണ്. 3XL ആണ് മാക്സിമം ഇടുള്ളൂ. 5XL വെച്ചോട്ടെ, വേണമെങ്കിൽ ഒക്കെ തയ്ച്ചു തരാം. അങ്ങനെയൊന്നുമില്ല, നമുക്ക് സിമ്പിൾ ആണ്. നമുക്കിതൊക്കെ നിസ്സാര കാര്യമാണ്. അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? ഞങ്ങൾക്കൊക്കെ യൂണിറ്റ് എത്ര യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ യൂണിറ്റ് എണ്ണാനൊന്നും പറ്റില്ല, കൊറേ യൂണിറ്റ്. എന്നോട് പറഞ്ഞു അവിടേക്ക് പോയി ഇവിടേക്ക് പോയി. അവൻ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് പോയാൽ മതി. കുറെ യൂണിറ്റ് ഉണ്ടോ, ഒരു 10-15 യൂണിറ്റ് എല്ലായിടത്തേക്ക് ഇറങ്ങി വരുമ്പോ ഒന്ന് കാണിക്കാനൊന്നുമില്ല. സ്റ്റിച്ചിങ് മാത്രമേ. ഇനി അപ്പുറത്തെ ഒരു സെക്ഷൻ കൂടി ഉണ്ട്. അപ്പുറത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ കോട്ടണില് ഹാൻഡ് വർക്ക് വിത്ത് ഹാൻഡ് വർക്ക്. ആ ഒരു സെക്ഷനും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇരിക്കുന്ന കാണുമ്പോ എന്ത് രസമല്ലേ, നല്ല ഭംഗി. കോട്ടൺ വിത്ത് ഹാൻഡ്, കാന്ത പ്രിന്റ് ഉണ്ട്, അജ്രക് പ്രിന്റ് ഉണ്ട്. ഇതൊക്കെ കോട്ടണിലാണ്. ഫുൾ ഹാൻഡ് വർക്കിന്റെ ഫുൾ ഹാൻഡ് വർക്കാണ്. ഇതിപ്പോ കുറച്ച് നേരത്തേക്ക് വീഡിയോക്ക് വേണ്ടിട്ട് വേഗം സെറ്റ് ആക്കിയത് ആളിലേക്ക് കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാ. കസ്റ്റമേഴ്സ് വന്നാ പിന്നെ വലിച്ചേരി ഇടലാണ്. ഇത് നമ്മുടെ സാധാരണ കാന്ത പ്രിന്റില്, പിന്നെ അതിലെ വർക്ക് വരുന്നത്. പിന്നെ അജ്രക് പ്രിന്റ് ഉണ്ട്. അതിലെ ഇതൊക്കെ കാണിക്കുന്നതിലൊക്കെ 4 ഷെയ്ഡ്സ് അവൈലബിൾ. എല്ലാത്തിലും ഉണ്ട് 4. ഇത് പാച്ച് വർക്കില്, പാച്ച് വർക്ക് എല്ലാം വിത്ത് ലൈനിങ് ആണ്. ഇവിടെ എല്ലാ കോട്ടൺ വിത്ത് ലൈനിങ് ഹാൻഡ് വർക്ക്. ഹാൻഡ് വർക്ക് വേണ്ടെന്ന് വെച്ചാൽ അതും അവൈലബിൾ. അതെ അതെ അതെ. ഇനി ഇതൊക്കെ കാണുന്നത് പ്രിന്റ്സ് ആയിട്ട് എല്ലായിടത്തും കാണിക്കാൻ ഒക്കെ ഡാർക്ക് ലൈറ്റ് ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും. അതാ ഞാൻ പറഞ്ഞ, ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കണ്ട് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് പർച്ചേസ് ചെയ്തിട്ട് പോവാം. ഇനിയിപ്പോ റേറ്റ് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഡയറക്റ്റ് വരാം, അല്ലെങ്കിൽ പിന്നെ വിളിച്ച് ചോദിക്കാം. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് എറണാകുളത്ത്. ഇവിടെ ലേഡീസിന്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. കുർത്തീസ് 2 പീസ് 3 പീസ് ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ളതുണ്ട്. അതുപോലെ ലെഗിൻസ്, സിഗാർ പാൻസ്. ഇനിയിപ്പോ മെറ്റീരിയൽസ് വേണമെന്ന് വെച്ചാൽ മുകളിലത്തെ ഫ്ലോറിൽ അവൈലബിൾ ആണ്. ജ്യോതി ടെക്സ്റ്റൈല് മെറ്റീരിയൽ ഷോളെല്ലാം അവിടെ കിട്ടും. ഈ ഷോളൊക്കെ പാകിസ്ഥാൻ ഷോള്, കുർത്തീസൊക്കെ ഷോൾ വേണമെങ്കിലും കിട്ടും അവിടെ. കുർത്തീസൊക്കെ SPM ഫാഷൻ, താഴെ തന്നെ SPM ഫാഷൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നല്ലോ, ആരും മറന്നിട്ടുണ്ടാവൂലല്ലോ. അല്ല, പുതിയതായിട്ട് വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ.
പറഞ്ഞോ. സച്ചിൻ ശർമ്മ പൂജ ശർമ്മ മക്കൾസ്. അത് ഇവരുണ്ടാക്കിയിട്ടുള്ള ഞങ്ങൾ ഉണ്ടാക്കിയ പേരാണ്ട്. ഞങ്ങൾക്ക് SPM ഫാഷൻ എന്താന്ന് ഞങ്ങൾക്കും കിട്ടണില്ല. അപ്പൊ ഞങ്ങൾ തന്നെ ഒരു ഫുൾ ഫോം ഉണ്ടാക്കി ഇട്ടേക്കുന്നത് മാത്രം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ്, വെറൈറ്റീസ്. അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് ലൊക്കേഷൻ വരുന്നത് നമുക്ക് എറണാകുളത്താണ്. എറണാകുളത്ത് മാർക്കറ്റ് റോഡിലാണ്. ഇപ്പൊ മാർക്കറ്റ് റോഡിനല്ല, ആക്ച്വലി ഗോപാലപ്രഭു റോഡിൽ. അപ്പൊ എറണാകുളം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ വരാനുള്ള വഴി എന്ന് പറയുന്നത് ബസ് വഴിക്ക് വരാണെങ്കിൽ നമുക്ക് മേനകയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് ഗോപാലപ്രഭു റോഡിലേക്ക് കയറാം. അല്ലെങ്കിൽ ട്രെയിൻ വഴിക്ക് വരാണെങ്കിൽ നോർത്തിലും സൗത്തിലും ഇറങ്ങാൻ പറ്റും. സെയിം ദൂരം തന്നെ രണ്ട് സ്ഥലത്തും. രണ്ടിലും നടുക്കിലായിട്ടാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ട്രെയിൻ വഴിക്ക് വരാണെങ്കിൽ MG റോഡ് വഴിക്ക് കയറായിരിക്കും കുറച്ചുകൂടി എളുപ്പം. MG റോഡ് അല്ലെങ്കിൽ TD റോഡ് ആ വഴിക്കൊക്കെ കയറാനായിരിക്കും കുറച്ചുകൂടി എളുപ്പം വരുന്നത്. മലബാർ ഹൗസ് ഓട്ടോക്കാരോട് പറഞ്ഞാൽ മതി. മലബാർ ഹൗസ് ഹോട്ടൽ പറഞ്ഞാൽ അവര് കൃത്യമായിട്ട് മാർക്കറ്റിലുള്ള എറണാകുളം മാർക്കറ്റിലുള്ള മലബാർ ഹൗസിൽ 2 സൈഡ് ഫേസ് വരുന്നുണ്ട്. ഒരു സൈഡിലത്തെ ഫേസ് എന്ന് പറയുമ്പോൾ ഗോപാലപ്രഭു റോഡിലാണ്, ഒരു സൈഡ് ഫേസ് വരുന്നത് മാർക്കറ്റ് റോഡിലാണ്. അപ്പൊ നമുക്ക് ഗോപാലപ്രഭു റോഡിലുള്ള മലബാർ ഹൗസിന്റെ ഫേസിലേക്കാണ് വരുന്നത്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗ് TD ബസാർ ബിൽഡിങ്ങിന്റെ ഏറ്റവും താഴത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് കേട്ടോ. SPM ഫാഷൻ. അപ്പൊ അടിപൊളിയിട്ടായിരുന്നു നിന്റെ കുർത്തി. നീ എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങളോട് സഹകരിക്കണ എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങളുടെ താങ്ക്സ്. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. പറഞ്ഞപ്പോ എന്നെ കളിയാക്കി. പക്ഷെ ജനുവരി തീരണ വരെ നമുക്ക് പറയാം ഹാപ്പി ന്യൂ ഇയർ പറയാം. അതെന്ന് ഞങ്ങൾ ഈ കൊല്ലം ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ ഹാപ്പി ന്യൂ ഇയർ. ഫസ്റ്റ് വീഡിയോ ചെയ്ത് ഓർക്കണ്ട, ജനുവരിയാണ്. കഴിഞ്ഞ ജനുവരിയിലായിരുന്നാ? എനിക്കൊന്നും ഓർമ്മയില്ല. നമ്മൾ ഡെയിലി ഷൂട്ട് വീഡിയോ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു. 1 ഇയർ ആയി. അത് കഴിഞ്ഞ് 2-3 വീഡിയോസ് ഒക്കെ ഞങ്ങൾ ചെയ്ത് ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തത് കഴിഞ്ഞ ജനുവരി. അതിന്റെ ഒരു ഒരുപാട് ഫ്രണ്ട്സിനെല്ലാം കിട്ടി. നമ്മുടെ ഈ ഒരു വീഡിയോ വഴിക്ക് ഇനിയും ഞങ്ങളോട് സഹകരിക്കണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. തീർച്ചയായിട്ടും വേണ്ടത്. നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ. അയ്യോ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.